തിരുസഭയ്ക്ക് സമ്മാനിച്ച വ്യക്തിയാണ് ഷാജി അച്ഛൻ. നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനേക ക്രിസ്തീയ ഗാനങ്ങൾ, പ്രത്യേകിച്ച് മാതാവിനെക്കുറിച്ചുള്ള ഗാനങ്ങളൊക്കെ ഷാജി അച്ഛൻ്റെ സംഭാവനയാണ്. ഇപ്പോൾ അച്ഛൻ ചങ്ങനാശ്ശേരി അതിരൂപതയിൽപ്പെട്ട ഈര ലൂർദ് മാതാ ദേവാലയത്തിന്റെ വികാരിയായി സേവനം അനുഷ്ഠിക്കുന്നു. കരങ്ങളടിച്ച് വചനവേദിയിലേക്ക് നമുക്ക് അച്ഛനെ ക്ഷണിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ദൈവത്തിന്റെ വിശുദ്ധ ജനമേ, അവിടുത്തെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെ നമ്മളെല്ലാവരും ദൈവത്തെ സ്തുതിച്ച് പാടി ആനന്ദിച്ച്, കരങ്ങൾ കൊട്ടി കൈകൾ വീശി ആനന്ദിച്ച് നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിച്ച് സന്തോഷിച്ച് ഒരുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മനസ്സിൽ സ്തുതിക്കുകയും പാടുകയും ആനന്ദിക്കുകയും നൃത്തമാടുകയും സ്തോത്രഗീതങ്ങളാൽ നാവ് നിറഞ്ഞു നിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു മോഹമുണ്ട്. കർത്താവ്, ഈ രാത്രി ഈ മണിക്കൂറിൽ അങ്ങ് എന്നെ തൊടണമേ, അങ്ങ് എൻ്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ ഇടപെടണമേ. നമ്മൾ ഈ പാടി സ്തുതിച്ച് ആനന്ദിക്കുമ്പോഴൊക്കെ നമുക്ക് ഉള്ളിലൊരു നീറ്റലുണ്ട്. കർത്താവെ, ഇന്നത്തെ രാത്രിയിൽ അവിടുന്ന് എന്നെ ഒന്നറിഞ്ഞിരുന്നെങ്കിൽ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ഒരു ആഗ്രഹത്തിൽ നിന്ന് പോലും ഒന്ന് സ്വതന്ത്രമാകാൻ ശ്രമിച്ചുകൊണ്ട് ഇങ്ങനെയൊന്ന് വിചാരിക്കാം. കർത്താവ്, ഈ രാത്രിയിൽ എന്നെക്കാലം ഭാരപ്പെട്ടും തകർന്നും നിരാശപ്പെട്ടും ജീവിതം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരാളല്ല പലര് ദൂരങ്ങളിൽ കരഞ്ഞും നിലവിളിച്ചും മുഖം കുനിച്ചും ഇരിപ്പുണ്ട്. ഞാൻ എന്നെ മറക്കുന്നു കർത്താവേ, ഞാൻ എന്നെ മറക്കുന്നു, ഞാൻ എന്നെ വിസ്മരിക്കുന്നു, ഞാൻ അവരെ കൂടി ഓർക്കുന്നു. കർത്താവായ ഈശോ മിശിഹായെ, എന്റെ നീറുന്ന നെടുവീർപ്പുകളും ഭാരങ്ങളും എന്നെ ആകെ തളർത്തുന്നുണ്ട്, അത് സത്യമാണ്. പക്ഷെ അതിലും വലിയ ഭാരങ്ങളാൽ എന്റെ ചുറ്റുപാടും ആയിരങ്ങൾ ഇരിക്കുന്നു. ഞാനവരെ കാണുന്നില്ല, മുഖം കണ്ടിട്ടില്ല, ശബ്ദം കേട്ടിട്ടില്ല, പേരറിയത്തില്ല, നാളറിയത്തില്ല, ഒന്നും എനിക്കറിയില്ല. അങ്ങ് ദൂരെയാണവർ. എങ്കിലും അങ്ങയുടെ ആത്മാവിന്റെ റുഹാദ ഖുദ്സയുടെ ബലത്തിൽ ഞാൻ അവർക്ക് വേണ്ടി കരനീട്ടി പ്രാർത്ഥിക്കുന്നു. ദൂരെയാണവരിൽ പലരും. ചിലർ പകലിലാണ്, ചിലർ രാവിലാണ്, മറ്റു ചില ദേശങ്ങളിൽ ജോലി തിരക്കിനിടയിലാണ്. എങ്കിലും ഞാൻ അവരെ ഓർക്കുന്നു. എന്തെന്നാൽ വിശ്വാസി ഒരിക്കലും ഒറ്റയ്ക്കല്ല, വിശ്വാസി കൂട്ടായ്മയിലാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ ശുശ്രൂഷയുടെ തുടക്കത്തിൽ നമ്മൾ ദൈവത്തെ ആവോളം പാടി സ്തുതിച്ചെങ്കിലും ഇപ്പോൾ ഒരൊറ്റ നിമിഷം ദൈവത്തിൽ വിശ്വസിക്കുന്ന മിശിഹായുടെ സ്വന്തം ജനമേ, വലതുകരം ഉയർത്തി നിങ്ങൾ ഇങ്ങനെയൊന്ന് പറയുവിൻ: കർത്താവ്, ഈ രാത്രി ശുശ്രൂഷ പകൽ ശുശ്രൂഷയായി അനേകർക്ക് കാണപ്പെടട്ടെ. കർത്താവ്, ഈ രാത്രി ശുശ്രൂഷയല്ല, പകലിന്റെ ശുശ്രൂഷയായി അനേകർ ഇപ്പോൾ അനുഭവിക്കട്ടെ. അനേകരുടെ നാഡികളിലും ഞരമ്പുകളിലും കോശങ്ങളിലും പേശികളിലും പകൽ സൂര്യൻ ഉദിക്കട്ടെ. രക്ഷയുടെ നീതി സൂര്യൻ ഇതാ വിശുദ്ധനിൽ ഭയപ്പെടുന്നവർക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിച്ചിരിക്കുന്നു എന്ന മലാക്കിയുടെ പ്രവചനം ഈ രാത്രിയിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകർ സാക്ഷ്യപ്പെടുത്തുവാൻ തക്ക വിധം ഈ ഉള്ളവൻ പ്രാർത്ഥിക്കുന്നു, ഈ നിസാരപ്പെട്ട ദാസി പ്രാർത്ഥിക്കുന്നു, ഈ ദാസൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്റെ രോഗവും ഞാനിപ്പോൾ ഈ അനുഭവിക്കുന്ന വേദനയും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പം എന്റെ ശരീരത്തിൽ മാറാരോഗത്തിന്റെ ഭാരമുണ്ട്, നീറ്റലുണ്ട്, 48 വർഷങ്ങളായിട്ടുള്ള ബന്ധനമുണ്ട്, കണ്ണുനീരുണ്ട്, ഭാരമുണ്ട്, മാറിപ്പോകാത്ത തളർച്ചയുണ്ട്. ഈ വേദന മുഴുവനും, ഈ ഭാരം മുഴുവനും ഞാൻ എന്നെക്കാൾ ഭാരപ്പെടുന്ന സഭയുടെ മകന് വേണ്ടി, വിജാതിന് വേണ്ടി, മകൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. വലതുകരം ഏറ്റവും അഭിമാനത്തോടെ, യേശുവിന്റെ നാമത്തിലാണ് കരം ഏറ്റവും അഭിമാനത്തോടെ മനുഷ്യന് ഉയർത്താൻ സാധിക്കുന്നത്. വലതുകരം ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഉച്ചസ്വരത്തിൽ സ്തുതിക്കാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ഇങ്ങനെ പ്രാർത്ഥിക്കാം: റുഹാദ ഖുദ്സയായ ദൈവമേ, എന്റെ അപ്പാ, പിതാവേ, എന്റെ സ്വന്തമായ എന്റെ ഈശോയെ, ത്രിയേക ദൈവമേ, സഭയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഈ ഉള്ളവന്റെ പ്രാർത്ഥന, ഈ ശുശ്രൂഷയിലുള്ള എന്റെ പങ്ക്
അനേകർക്ക് വേണ്ടി നീ വീതിച്ചു കൊടുക്കണമേ. ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല, എനിക്കങ്ങേ മുഖദർശനമുണ്ടായാൽ മാത്രം മതി. സങ്കീർത്തകൻ വലിയ വായിലെ പറയുകയാണ്, സങ്കീർത്തകൻ, ഓ എന്റെ ദൈവമേ, അവരൊക്കെ ധാന്യങ്ങൾ നേടട്ടെ, അവരൊക്കെ ഗോതമ്പ് ചാക്ക് അടുക്കി അടുക്കി അട്ടി അട്ടിയായി വെക്കട്ടെ, വീഞ്ഞു ഭരണി അവിടെ ചേർത്ത് വെക്കട്ടെ, വീഞ്ഞോട് വീഞ്ഞും ധാന്യത്തോട് ധാന്യവും അവർക്കൊക്കെ കിട്ടട്ടെ, എനിക്കങ്ങേ മുഖദർശനമുണ്ടായാൽ മാത്രം മതി. എനിക്കങ്ങേ മുഖദർശനമുണ്ടായാൽ മാത്രം മതി. ചാക്കോട് ചാക്കു ധാന്യവും വീഞ്ഞോട് വീഞ്ഞ് സമ്പത്തും വേണ്ടെനിക്കൻ ദൈവമേ, എനിക്കങ്ങേ മുഖദർശനം മാത്രം, എനിക്കങ്ങേ മുഖദർശനം മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. വാത്സല്യമുള്ളവരെ, നമ്മളൊരു ശുശ്രൂഷയിലാണ്. ഈ ശുശ്രൂഷയിലായിരിക്കുമ്പം ഒരുപക്ഷെ 10,000-കണക്കിന് ആളുകളുണ്ടെങ്കിൽ നമ്മൾ കരങ്ങൾ ഉയർത്താൻ പറഞ്ഞാൽ ഇതിലും ശക്തിയോടെ കരങ്ങൾ ഉയർത്തും. കരം വീശാൻ പറഞ്ഞാൽ ഒരു കൊടുങ്കാറ്റ് പോലെ വീശും. കാരണം 10,000-ങ്ങളുടെ നടുവിൽ ഇരുന്ന് പാടാനും സ്തുതിക്കാനും ഒക്കെ നമുക്ക് വളരെ സന്തോഷമാണ്. ദൈവത്തിന്റെ ഒരു പ്രത്യേക ശക്തി നമ്മളിൽ ഇറങ്ങുന്നത് പോലെ നമുക്ക് അങ്ങനെ അങ്ങ് തോന്നിപ്പോകും. ഹല്ലേലൂയ. എന്നാൽ എനിക്ക് നീ മാത്രം മതി എന്ന് പറയാൻ ആർക്ക് കഴിയും? എനിക്കിതുവരെ സാധിച്ചിട്ടില്ല. പലതരം ഉയർത്തിപ്പിടിക്കാം. നീ മാത്രം മതി. പാടാം. നീ മാത്രം മതി. ഉറക്കെ, നീ മാത്രം മതി. കണ്ടോ, എല്ലാവർക്കും പാടാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനമുള്ളവരെ, നീ മാത്രം മതി, നീ മാത്രം മതി. ഹല്ലേലൂയ. ഒന്ന് സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. മനോഹരമായി പാടി പാട്ടിന് മാർക്ക് ഞാനാണ് ഇടുന്നെങ്കിൽ ഒരു 100-ൽ 90 മാർക്കിട്ട് സംഘമായി ഭംഗിയായി കരമീശി ഏകഭാവത്തോടെ പാടി നീ മാത്രം മതി എന്ന പാട്ട് ഏറ്റവും മനോഹരമായി ഞാൻ നിങ്ങളും പാടി. ഹല്ലേലൂയ. ഇത് പാടുവാൻ എനിക്കും പറ്റും, നമുക്കെല്ലാം പറ്റും. പക്ഷേ ഇത് പാടിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവേ ദേ തെറ്റിദ്ധരിച്ചേക്കരുത്, നീ മാത്രം മതി എന്നൊക്കെ ഞാൻ പാടിയെന്നിരിക്കും. ഞാൻ മണ്ടനാട്ടാലും പറഞ്ഞു വിചാരിച്ച് നീ ഒന്ന് തെറ്റിദ്ധരിച്ചേക്കല്ലേ. ചില കാര്യങ്ങൾ ഈ രാത്രി ശുശ്രൂഷ ഞാൻ വെച്ചിട്ടുണ്ട്. കർത്താവേ നീ മാത്രം മതി, നീ മാത്രം മതി എന്നൊക്കെ ഞാൻ അലറി പാടുന്നത് ഓർത്ത് നീ തെറ്റിദ്ധരിച്ചേക്കല്ലേ. എനിക്ക് തീരാത്തൊരു പ്രശ്നം ഈ രാത്രി പറയാനുണ്ട്. കർത്താവേ, എന്റെ മകൾക്ക് 34 വയസ്സായി. കർത്താവേ, തിരക്കിന്റെ ഇടയ്ക്ക് നീ മറന്നുപോയേക്കരുത്. നീ മാത്രം മതി, നീ മാത്രം മതി. അലറുന്ന ഈ സ്തുതിപ്പിന്റെ ഇടയ്ക്ക് നമ്മുടെ ഉള്ളു മുഴുവൻ വേദന കൊണ്ട് നിറയുകയാണ്. നീ മാത്രം മതി എന്ന് ആലപിക്കുമ്പം നമുക്ക് പറയാനുണ്ട്, കർത്താവേ എനിക്ക് കോഴിക്കോട് സിറ്റിയിൽ 3 സെന്റ് സ്ഥലം വിൽക്കാനുണ്ട്. കർത്താവേ 1.5-2 ലക്ഷം വരെ പറയുന്നുണ്ട്. കർത്താവേ ഒരു 4 കിട്ടി ഇങ്ങ് കൊടുക്കാമായിരുന്നു. കർത്താവേ നീ മാത്രം മതി, നീ മാത്രം മതി. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷകളിലൊക്കെ നീ മാത്രം മതി, നീ മാത്രം മതി എന്ന് പറയുമ്പം നമ്മുടെ ഉള്ളിലൊന്നും നീ മാത്രം മതി എന്നൊരു ബോധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. വാത്സല്യമുള്ളവരെ, എനിക്ക് ഉപയോഗിക്കാൻ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്, മനോഹരമായൊരു മൊബൈൽ ഫോൺ. എനിക്ക് ഇത് തന്നിരിക്കുന്ന ഒരു സ്നേഹിതനാണ്. അദ്ദേഹം ദൂരെ അങ്ങ് ഗൾഫ് രാജ്യങ്ങളിൽ സ്വന്തമായി മൊബൈൽ ഫോണിന്റെ കമ്പനി നടത്തുന്ന ഒരു സ്നേഹിതനാണെന്നിരിക്കട്ടെ. ഹല്ലേലൂയ. ഇതുപോലെ പല മൊബൈൽ ഫോണുകൾ, 1000-കണക്കിന് മൊബൈൽ ഫോണുകൾ, പുതിയ ബ്രാൻഡുകൾ ദിവസം തോറും ഉണ്ടാക്കി ലോകരാജ്യങ്ങൾ മുഴുവൻ വിതരണം ചെയ്യുന്ന വലിയ കമ്പനിയുടെ ഉടമയാണ് എന്റെ സ്നേഹിതൻ എന്നിരിക്കട്ടെ. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ എപ്പോൾ ഏത് രാത്രി പാതിരാത്രിയിൽ ഒരു ഫോൺ വേണമെങ്കിൽ ഒരൊറ്റ മിസ് കോൾ മതി, പിറ്റേ ദിവസം ഫ്ലൈറ്റിന് ഞാൻ വിമാനത്തിൽ കൊറിയറായി അയച്ചു തരാം. അച്ഛൻ ഏറ്റവും പുതിയ ബ്രാൻഡിന്റെ ഒരു മൊബൈൽ ഫോൺ. ഞാൻ എന്റെ മൊബൈൽ ഫോൺ കയ്യിൽ വെച്ച് ഉപയോഗിക്കുന്നതിനിടയ്ക്ക് തട്ടിമുട്ടി താഴെ വീണെന്നിരിക്കട്ടെ. എല്ലാം നഷ്ടപ്പെട്ടതുപോലെ ഞാൻ കരയില്ല, എല്ലാം പോയതുപോലെ ഞാൻ ഉരുകില്ല. കാരണം എനിക്കറിയാം, ഒരൊറ്റ മിസ് കോൾ കൊണ്ട് അടുത്ത ഫ്ലൈറ്റിൽ നാളെ പ്രഭാതത്തിൽ എന്റെ കയ്യിൽ പറവ പോലെ പറന്നു വരും പുതിയ ബ്രാൻഡ് മൊബൈൽ ഫോൺ. കാരണം മൊബൈൽ കമ്പനി സ്വന്തമായിട്ടുള്ളവൻ എന്റെ സ്നേഹിതൻ. വാത്സല്യമുള്ളവരെ, പ്രായോഗികമായി ഇതൊക്കെ നമുക്ക് ബോധ്യമാണ്. എങ്കിലും എന്റെ ദൈവം എന്റെ എല്ലാമാണെന്ന് വിശ്വസിക്കുവാൻ നമുക്കിന്ന് വരെ കഴിയുന്നില്ല. സത്യത്തിൽ ഈ ശുശ്രൂഷകൾ മുഴുവൻ ഏറ്റെടുക്കുന്നത് വചനത്തിന്റെ അർത്ഥം പഠിക്കാൻ മാത്രമല്ല, കർത്താവേ നീ എനിക്ക് എല്ലാമാണെന്ന് തിരിച്ചറിയുന്ന ഒരു രാത്രി, ഒരു നിമിഷം, എന്റെ കണ്ണടയും മുമ്പ് ഒരു നിമിഷം
നീ എനിക്കെല്ലാമാണെന്ന് തിരിച്ചറിഞ്ഞാൽ അത് മാത്രം മതി. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി. ഈ ശുശ്രൂഷയിൽ 10,000 ലക്ഷങ്ങളുണ്ടെന്ന് നാം കേട്ട് കഴിഞ്ഞു. അവരാരെന്ന് നമുക്കറിയില്ല, അവരുടെ ഭാരമെന്തെന്ന് നമുക്കറിയില്ല. നമുക്കിങ്ങനെ പറയാം, കർത്താവേ നീ മാത്രം മതിയെന്ന് ലോകം പറയുന്ന കാലം വരണം. എനിക്കത് വേണം ഇത് വേണമെന്ന് ആഗ്രഹിക്കുന്നതിനപ്പുറം എനിക്ക് നീ മാത്രം മതിയെന്ന് എൻ്റെ ഉള്ളുകൊണ്ട് പറയുന്ന ഒരു വിനാഴിക അതെനിക്ക് തരണമേ. ഈ ശുശ്രൂഷയിൽ ഞാൻ ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങളും അങ്ങനെ പ്രാർത്ഥിക്കണം. നമുക്ക് കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. എന്റെ ശ്വാസക്കാറ്റിനേക്കാൾ എന്നോടൊട്ടി നിന്നു നാഥൻ, നിഴലിനേക്കാളും എന്നിൽ ചേർന്നലിഞ്ഞു നിന്ന സ്നേഹം. എന്റെ ശ്വാസക്കാറ്റിനേക്കാൾ എന്റെ ശ്വാസക്കാറ്റ് എന്റെ നാസാദരന്ധ്രങ്ങളെ എന്റെ ശ്വസന പേടകത്തെ തൊട്ടു തലോടി കടന്നു പോകുന്നതിനേക്കാൾ സത്യം എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്. ദൈവമേ, അത് വിശ്വസിക്കുവാൻ എന്നെയും ജനലക്ഷങ്ങളെ ഈ മണിക്കൂറിൽ ഒരുക്കണമേ. ആരും വീണു പോകാതിരിക്കട്ടെ, ആരും തളർന്നു പോകാതിരിക്കട്ടെ, ആരും നശിക്കാതിരിക്കട്ടെ, ആരും വീഴാതിരിക്കട്ടെ, ആരുടെയും ഹൃദയം പൊട്ടിപ്പോകാതിരിക്കട്ടെ. എന്തെന്നാൽ എന്റെ ദൈവം സർവശക്തൻ. ആമേൻ. അവൻ ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാത്സല്യമുള്ളവരെ, ദൂരെ ഒരിടത്തൊരു ശുശ്രൂഷ ചെയ്യാൻ ഒരിക്കൽ ഭാഗ്യം കിട്ടി. കേരളത്തിന്റെ അങ്ങേയറ്റത്ത് സാധാരണ ഒരു ശുശ്രൂഷ ചെയ്തിട്ട് തിരിച്ച് ചങ്ങനാശ്ശേരിക്ക് വരുന്ന സമയത്ത് ശുശ്രൂഷ കഴിഞ്ഞ ആളുകൾ വന്ന് പരിചയപ്പെട്ടു. സാധാരണ കാര്യം. ഫോൺ നമ്പർ ചോദിച്ചു. സാധാരണ കാര്യം. അതിലൊരാൾ തുടരെ വിളിക്കാൻ തുടങ്ങി. വരുന്ന വഴിക്ക് കൊല്ലത്തെത്തിയപ്പോഴും വിളിച്ചു, അച്ഛാ ഉറങ്ങിയോ, യാത്ര എങ്ങനെയുണ്ട്? എനിക്ക് സന്തോഷം തോന്നി. എന്തൊരു സ്നേഹമുള്ള മനുഷ്യൻ, കണ്ടോ ശുശ്രൂഷയ്ക്ക് എന്തൊരു ഫലമാണെന്ന് നോക്കിക്കുകയും ഫോൺ നമ്പർ വാങ്ങിയിട്ട് പുറകം വിളിക്കുകയാണ്. രാത്രിയിൽ പോയി കിടന്നുറങ്ങേണ്ട മനുഷ്യൻ ഞാൻ എവിടം വരെയായി, എത്രടം വരെയായി അറിയാൻ ആഗ്രഹിച്ച് പുറകം വിളിച്ചുകൊണ്ടിരിക്കുന്നു. രാത്രിയിൽ 1 മണിക്ക് ഞാൻ ചങ്ങനാശ്ശേരിയിലെത്തിയപ്പോഴും അദ്ദേഹം വിളിച്ചു, അച്ഛാ ഇവിടം വരെയായി, ഉറക്കക്ഷീണമുണ്ടോ? എന്തൊരു കരുതൽ. ഞാൻ ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പിറ്റേന്ന് കുർബാന കഴിഞ്ഞപ്പോഴും അദ്ദേഹം വിളിച്ചു. അക്കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, അച്ഛാ എന്റെ മകൻ കുഞ്ഞ് നന്നായിട്ട് പാടും, ഈ ഉപജില്ലയിലൊക്കെ സമ്മാനം കിട്ടി, നല്ല പാട്ടാകട്ടോ, അച്ഛൻ സാധിക്കുമെങ്കിലും ആ കുഞ്ഞിനെ ഒന്ന് പാടിക്കണം. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഈ മനുഷ്യൻ വിളിക്കാൻ തുടങ്ങി. വിളിക്കുമ്പോഴൊക്കെ അക്കൂട്ടത്തിൽ തന്റെ കുഞ്ഞിനെ പാടിക്കുന്ന കാര്യം ആവർത്തിച്ച് പറയാൻ തുടങ്ങി. പിന്നീട് അയാൾ വിളിക്കുമ്പോൾ എനിക്ക് ഭാരമായി. കാരണം അയാൾക്ക് പറയാനുള്ളത്, അയാൾക്ക് നേടാനുള്ളത് കുഞ്ഞിന്റെ പാട്ടിന്റെ വളർച്ച മാത്രമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഫോൺ വരുമ്പോൾ എനിക്ക് എടുക്കാൻ പ്രയാസമായി. കാരണം അയാൾക്ക് മോഹം മറ്റൊന്നാണ്. വാഗൊണ്ട് അയാൾ മറ്റൊന്ന് പറയുന്നു, ഹൃദയത്തിൽ അയാൾ മറ്റൊന്ന് നിരൂപിക്കുന്നു. എൻ്റെ ചേട്ടനച്ഛൻ്റെ അടുത്ത് കണ്ണൂരിലേക്ക് ശുശ്രൂഷയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പം അപ്പോഴും ഒരാൾ എന്നെ പരിചയപ്പെട്ടു. എനിക്ക് പരിചയപ്പെട്ടപ്പോൾ പേടിയായി. ഞാൻ ചോദിച്ചു, മകനെങ്ങാനും പാടുവോ ഏട്ടാന്ന് ചോദിച്ചു. അതിനാശ അങ്ങനെ ചോദിക്കുന്നു ചോദിച്ചു. അല്ലല്ല, മകനെങ്ങാനും പാടുവോ മറ്റോ ചെയ്യുമോ എന്ന് ചോദിച്ചു. എന്റെ പൊന്നച്ചോ, അതെന്താ അച്ഛന്റെ നമ്പർ കിട്ടി ഞാൻ വിളിക്കുന്നെന്ന് മാത്രം. പാലായിൽ ഒരിക്കൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ മുമ്പിൽ വന്നിരിക്കുന്നു. എനിക്ക് പേടിയായി. കർത്താവേ, ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം നിശ്ചയമായും പറയും മകൻ പാടും, എനിക്ക് ആകെ പ്രശ്നമാകും. ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹം ക്ഷണിച്ചു, അച്ഛാ വീട് വരെ വരുമോ? എനിക്ക് മനപ്രയാസമായി. മകനെങ്ങാനും പാടുവോ ഏട്ടാന്ന് ചോദിച്ചു. ഇതെന്ത് ചോദ്യം അച്ഛാ? അച്ഛന് വല്ല എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ വീട്ടിൽ ചെന്നു. ഞാൻ ചുമ്മാ ചോദിച്ചു, മോനെ നിന്റെ പേരെന്താ? ടോണി. ഒരു പാട്ട് പാടിക്കേ. മനോഹരമായൊരു പാട്ട് പാടി. ഞാൻ അദ്ദേഹത്തെ ചോദിച്ചു, എന്താ എന്നെ ഇങ്ങനെ വിടാതെ പിന്തുടരുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു വാത്സല്യം തോന്നി, എനിക്കൊരു അലിവ് തോന്നി, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തോന്നി, ഒരു ഉൾബന്ധം തോന്നി. അച്ഛന്റെ വായിലൂടെ വചനം കേൾക്കുമ്പോൾ കർത്താവ് ബലഹീനനായി എന്നെ തൊട്ടു. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞല്ലോ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഒരു ബന്ധം മാത്രം. ഞാൻ എന്തെടുക്കും പ്രിയപ്പെട്ടവരെ? ഞാൻ എന്തെടുക്കും? ഒരിക്കലും എന്നോട് ഒരു വാക്ക് കൊണ്ടുപോലും അഭീഷ്ടം പറയാത്ത, യാചന ചോദിക്കാത്ത, എന്നെ കഷ്ടപ്പെടുത്താത്ത, ഭാരപ്പെടുത്താത്ത, എന്നെ പ്രതി മാത്രം എന്നെ സ്നേഹിച്ച ഈ സഹോദരന്റെ മകനെ ഏതവസരത്തിലും ഉയർത്തിയെന്നിരിക്കും. ഹല്ലേലൂയ. വലിയ സന്തോഷത്തോടെ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ ഹല്ലേലൂയ. രാവും പകലും നമ്മുടെ ഭാരവും നെടുവീർപ്പും ദുരിതവും അറിയുന്നവനെ ആവലാദികൾ കൊണ്ട് മൂടുന്ന എന്റെ ഭക്തി നമുക്ക് മാറ്റിവെക്കാം. എല്ലാം അറിയുന്ന എന്റെ കർത്താവ്, എല്ലാം അറിയുന്ന കർത്താവ്, ലോകത്തിലെ പടുപാപികൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കർത്താവ് പറയും, നീ എന്റെ
ഓമനക്കുട്ടനാണ്. ഇസ്രായേലേ, എന്റെ ഓമനമുത്തേ, ഇപ്പോഴാണ് ശരിക്കും എന്റെ ഹൃദയം നിനക്ക് വേണ്ടി തുടിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഈ രാത്രിയിൽ സത്യത്തിൽ സ്വർഗം കവർന്നെടുക്കണമെങ്കിൽ, ഈ മണിക്കൂറുകളിൽ കർത്താവിന്റെ ഹൃദയത്തിൽ ഒരു കൈ വെക്കണമെങ്കിൽ, നിങ്ങൾ സത്യമായും ഒരർഹതയുമില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. കരുണയുടെ അറ്റം പോലും അർഹതപ്പെടാൻ അവകാശമില്ലാത്ത പാപികൾ, ഇന്ന് രാത്രിയിൽ ജീവിതാന്തസ് ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന സന്യസ്തർ, പൗരോഹിത്യം വിട്ടെറിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്ന പുരോഹിതർ, മടുത്തുപോയ ശുശ്രൂഷകർ, ഇവർക്കെല്ലാം വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പാപങ്ങൾ അടയിരുന്ന് മടുത്തിട്ടും ഒരിക്കലും പശ്ചാത്തലത്തിന്റെ കണിക പോലും ഇല്ലാത്ത മനുഷ്യർ, കല്ലുപോലെ ഹൃദയം കടുത്തുപോയവർ, അവർക്കൊക്കെ വേണ്ടി ഞാനും നിങ്ങളും ഇന്ന് രാത്രി വലതുകരം ഉയർത്തുമ്പം സ്വർഗം പറയും, എന്റെ ഓമനമുത്തേ, ഞാൻ തേടുവാനും കാണുവാനും കൊതിച്ചത് ഇതാണ്. 53 സങ്കീർത്തനം പറയുന്നില്ലേ, സ്വർഗത്തിന്റെ കിളിവാതിൽ നോക്കി തുറന്ന് സ്വർഗം നോക്കി ആരെങ്കിലും ഉണ്ടോ, തന്നെ തേടുന്ന ആരെങ്കിലും ഉണ്ടോ, സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ലാതെ അങ്ങയുടെ മുഖം തേടുന്നത് ആരെങ്കിലും ഉണ്ടോ? വലതുകരം ഉയർത്തി ഇത് വിശ്വസിക്കുന്നെന്ന് വരികിൽ ലോകത്തിൽ ഇന്ന് രാത്രി കർത്താവ് സൗഖ്യം നൽകും. അച്ഛനോ നിങ്ങളോ കരം ഉയർത്തിയാലോ കരം വീശിയാലോ ഒന്നും സംഭവിക്കില്ല. കർത്താവായി ഈശോ മിശിഹാ അത് ചെയ്താൽ, എന്റെ നേരെ നീട്ടിയാൽ ഞാൻ, നിങ്ങളുടെ നേരെ നീട്ടിയാൽ നിങ്ങൾ ഇന്ന് സൗഖ്യപ്പെടും. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ആ സൗഖ്യം ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എളിമയോടുകൂടി കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. നമ്മളൊന്നും ആരുമല്ലെന്ന് അറിയണേ. സ്വീകരിച്ചത് ദൈവത്തിന്റെ ദാനം മാത്രം. പൗലോസ് ശ്ലീഹ പറയുന്നില്ലേ, എന്തെങ്കിലും കിട്ടിയെങ്കിൽ അത് കർത്താവ് തന്നതാണ്. കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. ഞാൻ എന്റെ അഹന്തയും പ്രായോഗികതയും നിനക്കിതാ സമർപ്പിക്കുന്നു. ഒത്തിരി അഹന്തയുണ്ട് നമ്മളിലെല്ലാം ഉണ്ട്. ഒരുപാട് അഹന്ത, പ്രായോഗികത, ബുദ്ധിപൂർവത. നമുക്ക് പറയാം, കർത്താവെ, കുളിക്കാനിറങ്ങുന്ന കുഞ്ഞ് ഉടുവസ്ത്രം അഴിച്ചു വെക്കുന്നത് പോലെ, നിർമ്മലനായ ഒരു കൊച്ചു കുഞ്ഞ് ഉടുവസ്ത്രമെല്ലാം വാരി വലിച്ച് ദൂരെ എറിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നത് പോലെ, നിന്റെ കൃപയിലൊന്ന് വിശ്വസിക്കാൻ, എടുത്തു ചാടാൻ ഈ രാത്രിയിൽ ഒരു പുത്തൻ ബസ് ചെയ്ത കുളം എന്റെ കണ്ണിന്റെ മുമ്പിൽ, എന്റെ വീട്ടിൽ ഇപ്പോൾ ഒരുക്കണമേ. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ഞാൻ എന്റെ അഹന്തയും പ്രായോഗികതയും നിനക്കായി സമർപ്പിക്കുന്നു. ഞാൻ എന്റെ അഹന്തയും പ്രായോഗികതയും നിനക്കായി സമർപ്പിക്കുന്നു. ഞാൻ എന്റെ അഹന്തയും പ്രായോഗികതയും നിനക്കായി സമർപ്പിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഭാര്യയും മക്കളും ഒന്നിച്ചിരുന്നാണ് ശുശ്രൂഷയിലെങ്കിൽ നിങ്ങൾ കരങ്ങൾ ചേർത്ത് പിടിച്ചാട്ടെ. എന്നിട്ട് പറ, അപ്പൻ ഭാര്യയോട് പറ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ, ഞാൻ നിന്റെ മുമ്പിൽ അഹങ്കാരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ മുമ്പിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അപ്പൻ എന്തെങ്കിലും ആണെന്ന് ചമഞ്ചിട്ടുണ്ടെങ്കിൽ അപ്പൻ ആരുമല്ലെന്ന് ഇപ്പോൾ സത്യമേറ്റ് പറയുന്നു. അമ്മ പറ, എന്റെ അപ്പ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവെ, എന്റെ മക്കളെ, ഞാൻ നിഗളിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനെന്ന ഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ, ആഡംബരത്തിൽ മുഴുകിയിട്ടുണ്ടെങ്കിൽ ഒന്നുമല്ലെന്ന് ഏറ്റു പറയുന്നു. പരസ്പരം മക്കളും അപ്പനും ഒന്ന് കൈകോർത്ത് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞേ, എന്റെ ദൈവമേ, സന്യാസ ആലയങ്ങളിൽ ശുശ്രൂഷ കാണുന്നവർ പറ, ഞങ്ങൾ ആരുമല്ല, ആരും ആരേക്കാൾ വലിയവരല്ല, എല്ലാവരും ശുശ്രൂഷകരാണ്. സന്യാസിനികളെ സമർപ്പിതരെ കരങ്ങൾ ചേർത്ത് പിടിച്ച് ശുശ്രൂഷയിലായിരിക്കട്ടെ. ഇപ്പോൾ കർത്താവിന്റെ സൗഖ്യം നമ്മെ തേടി വരട്ടെ. മുഖൊരുമിച്ച് പാടാം. ഞാൻ എന്റെ അഹന്തയും പ്രായോഗികതയും നിനക്കായി സമർപ്പിക്കുന്നു. ഞാൻ എന്റെ അഹന്തയും പ്രായോഗികതയും നിനക്കായി സമർപ്പിക്കുന്നു. ഒരു ശുശ്രൂഷയിലാണ്, ഒരു പ്രോഗ്രാമിലല്ല, ഒരു കലാപരിപാടിയിലല്ല, ആരുടെയും കഴിവളക്കാനിരിക്കുന്ന ശുശ്രൂഷയില്ല. നമ്മൾ ഒന്നാണ് പ്രിയപ്പെട്ടവരെ. ആർക്കാ മേന്മയുള്ളത്? എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് തെറ്റിപ്പോയ മക്കളല്ലേ. പക്ഷേ നമ്മുടെ ശക്തി നമ്മുടെ ഐക്യവും വിശ്വാസവുമാണ് നമ്മുടെ ബലം. പ്രിയപ്പെട്ടവരെ, ആർക്കും ഒന്നും അഭിമാനിക്കാനില്ല. ആർക്കും, ഒരുത്തർക്ക് പോലും, എല്ലാവർക്കും ഒരുപോലെ തെറ്റിപ്പോയെന്നാണ് സ്വർഗം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധര് പോലും പറഞ്ഞത്, പൗലോസിനെ പോലെ 3ാം സ്വർഗത്തിലെത്തിയവര് പോലും പറഞ്ഞത്, ഭൂമിയിലെ ഏറ്റവും അവസാനപ്പെട്ട ആള് ഞാനാണെന്ന, അകാല ജാതന എന്ന വണ്ണം സ്വർഗം എന്നോട് കനിവ് കാണിച്ചെന്ന. ഈ കനിവിന്റെ ആ വലിയ ഉടുവസ്ത്രം എടുത്തുകൊണ്ട് ഒരുമിച്ച് പാടാം. ഞാൻ എന്റെ എല്ലാവരും പ്രായോഗികതയും നിനക്കായി സമർപ്പിക്കുന്നു. ഞാനെന്റെ
നിനക്കായി സമർപ്പിക്കുന്നു. കീഴടങ്ങിക്കൊണ്ട് വലത് കരം ഉയർത്തി കീഴടങ്ങാം ദൈവത്തിന്റെ മുമ്പിൽ. കർത്താവ് ശുശ്രൂഷയുടെ ഒടുവിലല്ല പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നവനെ ആ നിമിഷം തൊടുകയാണ്. ഞാൻ വിശ്വസിച്ചാൽ എനിക്ക്, നീ വിശ്വസിച്ചാൽ നിനക്ക്, നീ വിശ്വസിച്ചാൽ നിനക്ക് മാത്രമല്ല നീ മനസ്സിൽ കാണുന്നവർക്കൊക്കെ കർത്താവ് കൃപ തരുകയാണ്. എത്ര ഭാഗ്യപൂർണമായ ശുശ്രൂഷയാണിത്. നമ്മുടെ ദൈവം എത്രയോ വലിയവനാണ്. വലത് കരം ഉയർത്തി പറയാം, ഞാൻ കീഴടങ്ങുമ്പം കർത്താവേ അനേകരെ നീ തൊടണമേ. എല്ലാവരും ചേരട്ടെ, ആനന്ദത്തോടെ പാടട്ടെ. ഞാൻ നിനക്കായി സമർപ്പിക്കുന്നു. പൗരോഹിത്യത്തെ നീ ജ്വലിപ്പിക്കണമേ. കരങ്ങൾ നെഞ്ചിൽ വെച്ച് ശിരസ് കുനിച്ചുകൊണ്ട് ഞാൻ അനന്തയും പ്രായോഗികതയും നിനക്കായി സമർപ്പിക്കുന്നു. ക്ഷമിക്കുവാൻ ഒരു നാളും ഒരുങ്ങാത്ത മനസ്സിനെ കാണിക്കയായി വയ്ക്കുന്നു. ഞാൻ എന്റെ അഹന്തയും പ്രായോഗികതയും നിനക്കായി സമർപ്പിക്കുന്നു. ക്ഷമിക്കുവാൻ ഒരു നാളും ഒരുങ്ങാത്ത മനസ്സിനെ കാണിക്കയായി വയ്ക്കുന്നു. ഒരിക്കലും ക്ഷമിക്കാത്ത മനസ്സ്, ഒരിക്കലും തലകുനിക്കാത്ത ഹൃദയം, അത് ഞാൻ ഇപ്പോൾ തലകുനിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് ഇപ്പോൾ ജനതയ്ക്ക് വേണ്ടി, ലോക സമാധാനത്തിന് വേണ്ടി, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്റെ ഈ കീഴടങ്ങലിന്റെ ഫലം ലോകവ്യാപകമായി സംഭവിക്കട്ടെ. ഞാൻ എന്റെ അഹന്തയും പ്രായോഗികതയും നിനക്കായി സമർപ്പിക്കുന്നു. സന്തോഷത്തോടെ വളരെ ഉയർത്തി പറയാം ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. വാത്സല്യമുള്ള സഹോദരങ്ങളെ, ഈ രാത്രിയിൽ നാം ഒറ്റയ്ക്കല്ല എന്നാണ് എന്റെ വിശ്വാസം. ശുശ്രൂഷയുടെ തുടക്കത്തിൽ ഞാൻ അങ്ങനെയെന്ന് പറഞ്ഞിരുന്നു. വിശ്വാസി ഒരിക്കലും ഒറ്റയ്ക്കല്ല. കുഞ്ഞുനാളിൽ പേടി ഒത്തിരി ഭയവും അസ്വസ്ഥയും അനുഭവിച്ചിട്ടില്ലേ? ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ പേടി, ഒരുമിച്ച് ഒറ്റയ്ക്ക് ഒരു മുറിയിലിരിക്കാൻ പേടി. പക്ഷെ ഒരാളെ കൂട്ടുകിട്ടിയാൽ സന്തോഷമായി. ഹല്ലേലൂയ. മറ്റു ചില സ്ഥലങ്ങളിൽ നമ്മൾ പണ്ടൊക്കെ സിനിമ കാണുമ്പോൾ ചില ഭാഗങ്ങൾ മനസ്സിലാകില്ല, ചില ഭാഷ മാറി വരുമ്പോൾ മനസ്സിലാകില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ചോദിക്കും, എന്താ ചാച്ച കേട്ടതെന്താ? അപ്പൊ അച്ചാച്ചൻ പറഞ്ഞു തരും, അല്ലെങ്കിൽ അമ്മച്ചി പറഞ്ഞു തരും. ആ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്ക് ഭയമുണ്ട്, ചില കാര്യങ്ങളിൽ അജ്ഞാനമുണ്ട്. എന്നാൽ വിശ്വാസി ഒരിക്കലും ഒറ്റയ്ക്കല്ല. അമ്മ കന്യാമറിയവും മറിയോസേപ്പ് പിതാവും എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് മാർപ്പാപ്പമാര് പറഞ്ഞത് വിശ്വാസി ഒറ്റയ്ക്കല്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഒറ്റയ്ക്കായിരിക്കും വിശ്വസ്തോഷയും. നിങ്ങളൊരു മാറാരോഗിയായിരിക്കാം, കഴിഞ്ഞ 30-40 വർഷങ്ങളായി ഈ ശുശ്രൂഷകളിൽ നിങ്ങളുണ്ടായിരിക്കാം. എന്ന് കർത്താവേ എന്റെ കാര്യത്തിൽ നീ ഇടപെടുമെന്ന് ഓർത്ത് കാത്തുകെട്ടിയിരിക്കുന്നതായിരിക്കാം. പക്ഷെ നീ ഇങ്ങനെ വിശ്വസിക്കണം, നീ ഒറ്റയ്ക്കല്ല. അനേകം പേര് നിന്റെ കൂടെ ഉണ്ടെന്ന് ചിന്തിക്കുമ്പം, സത്യത്തിൽ വിചാരിക്കുമ്പോൾ, അത് ബോധ്യപ്പെടുമ്പോൾ നിനക്ക് വലിയ സന്തോഷമായി ഭവിക്കും. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. എല്ലാ അധരങ്ങളും ആ ജപം ഏറ്റെടുക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. വാത്സല്യമുള്ളവരെ, അമ്മ മറിയത്തോട് ചേർന്ന് ഈസ്റ്ററിന് ശേഷമുള്ള ഈ ശുശ്രൂഷയിലായിരിക്കുമ്പം, ഉയർപ്പിന്റെ അനുഭവത്തിൽ വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പം നിങ്ങൾ സമൃദ്ധമായ അനുഗ്രഹം ലഭിക്കും. ഞാൻ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് പെട്ടെന്നൊരു ബലവും കൃപയും ലഭിക്കുവാനായി യോഹന്നാന്റെ സുവിശേഷം എടുക്കുകയാണ്. നമ്മളൊക്കെയും കേട്ടു തരംഭിച്ച യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഭാഗം 2-ാം അധ്യായം. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ശുശ്രൂഷകളെ യോഹന്നാൻ കൈ ചൂണ്ടി തുടങ്ങുന്ന യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം. നമ്മളിങ്ങനെ വിചാരിക്കും, എന്റെ ദൈവമേ, എത്രയോ തവണ നമ്മൾ ഈ ഭാഗം കേട്ടിരിക്കുന്നു, എത്രയോ തവണ ചിന്തിച്ചിരിക്കുന്നു. പറയാൻ പോകുന്നത് എന്താണെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാമച്ചോ. അച്ഛൻ പറയാൻ പോകുന്നത് കാനായിലെ കല്യാണത്തെക്കുറിച്ചല്ലേ? അതെ. അവിടുത്തെ കൽഭരണികളെ കുറിച്ചല്ലേ? അതെ. വെള്ളം വീഞ്ഞായതിനെ കുറിച്ചല്ലേ? അതെ. മറിയം കരഞ്ഞതിനെ കുറിച്ചല്ലേ? അതെ. കർത്താവ് അത്ഭുതം ചെയ്തതിനെ കുറിച്ചല്ലേ? അതെ. എല്ലാം ശരിയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് കർത്താവിന്റെ വചനം ധ്യാനിക്കുമ്പം ഇതുവരെ കാണാത്ത അഭിഷേകം നമ്മൾ പ്രാപിക്കും. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറയുമ്പോൾ ഒറ്റ മനസ്സോടെ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ.
വാത്സല്യമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം ഇങ്ങനെ പറയുന്നു: ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. വാത്സല്യമുള്ളവരെ, ആ വചനം ഞാൻ ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ദൈവജനമേ, വിശുദ്ധ ജനമേ, നിങ്ങൾക്ക് വേണ്ടി ആവർത്തിക്കുകയാണ്. ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. ഹല്ലേലൂയ. ഈ വചനത്തിൽ എന്തെങ്കിലും പ്രത്യേകതകൾ നിങ്ങൾ കണ്ടോ? കാണാൻ സാധ്യതയൊന്നുമില്ല, ഒരു പ്രത്യേകതയുമില്ല. തന്നെയല്ല, ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞതുപോലെ തോന്നുന്നു. എനിക്ക് യോഹന്നാനെ വലിയ ഇഷ്ടമാണ്. കാരണം വളരെ കൃത്യം കാര്യം പറയുന്ന ആളാണ്. അദ്ദേഹം തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം അവസാനത്തെ അധ്യായത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞു: ദേ നോക്കിക്കേ, ഞാൻ വാരി വലിച്ചൊന്നും എഴുതിയിട്ടില്ല, ഞാൻ കളവളയൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ വളരെ സൂക്ഷിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. അവൻ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾ മൊത്തത്തോടെ എഴുതാൻ എനിക്കെങ്ങും പറ്റുമായിരുന്നില്ല. ഞാൻ കുറച്ച് കാര്യങ്ങളെ എഴുതിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ യോഹന്നാൻ ആ പറഞ്ഞതിൽ നിന്ന് കൃത്യമാണ്, എല്ലാം ഒതുക്കി എഴുതുന്നവനാണ്. എന്നിട്ട് ദേണ്ട് കിടക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കുറേ കാര്യങ്ങൾ നീട്ടി പറഞ്ഞിരിക്കുന്നു. ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ട്? ഇങ്ങനെ പറഞ്ഞാൽ പോരെ? ഗലീലയിലെ കാനായിലെ കല്യാണത്തിന് യേശുവും ശിഷ്യന്മാരും അമ്മയും വിളിക്കപ്പെട്ടിരുന്നു എന്ന് 3-1 സംഗ്രഹിച്ച് പറഞ്ഞാൽ പോരാ. യോഹന്നാൻ അത് പോരാ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് വചനം കേൾക്കുമ്പം ഇതുവരെ നിങ്ങൾ ജീവിതത്തിൽ ഞാനും അനുഭവിച്ചിട്ടില്ലാത്ത മഹാകൃപകൾ പെയ്തിറങ്ങുക സ്വാഭാവികമാണ്. അങ്ങനെ അത് സംഭവിച്ചിരിക്കും. അതുകൊണ്ട് കണ്ണും കാതും ഹൃദയവും പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവനും മറിയം വഴി സ്വർഗത്തിന് സമർപ്പിച്ചുകൊണ്ട് ഒരു ഉശിരൻ ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. ഇനിയാണ് വിചിത്രമായ ഒരു കാര്യം. ദൈവശാസ്ത്രം പഠിച്ചവർ പറയുന്നു തെറ്റിപ്പോയി. എന്ത് തെറ്റിപ്പോയി? ദൈവശാസ്ത്രം പഠിച്ചവർ പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ മക്കളെ. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായം അല്ല. പിന്നെന്താ? ഏതാ 1-ാം അധ്യായം? 2-ാം അധ്യായമാണ് 1-ാം അധ്യായം. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. ഞാൻ തിരക്കിട്ട് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാതെ പോകില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. വാത്സല്യമുള്ളവരെ, ദൈവശാസ്ത്രം പഠിച്ചവർ പറയുകയാണ്, മക്കളെ, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായം വെറും ആമുഖമാണ്. അത് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായം സത്യത്തിൽ 2-ാം അധ്യായമാണ്. നോക്കണേ, യോഹന്നാന്റെ യഥാർത്ഥ സുവിശേഷം അപ്പോൾ തുടങ്ങുന്നത് തന്നെ അമ്മ മറിയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ആ പറയുന്നതിന്റെ അർത്ഥം പെട്ടെന്ന് ഗ്രഹിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആ വാക്യങ്ങൾ കൂടെ ഒന്ന് പറയാൻ ശ്രമിച്ച്. ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഷി ഹാഡ് ബീൻ ദേർ. നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്തിനാ? അച്ചാറിടാനോ മാങ്ങാക്കറി വെച്ച് കൊടുക്കാനോ ഒന്നുമല്ല. അടുത്ത വാക്യത്തിലുണ്ട്, യേശുവും ശിഷ്യന്മാരും വിരുന്നിന് വരുമ്പോൾ തന്റെ മകനും ലോകരക്ഷകനുമായവനെ ഈ കുടുംബം, ഈ ഹൃദയം സർവാത്മന സ്വീകരിക്കുവാൻ ആ കുടുംബത്തെയും ആ ബന്ധങ്ങളെയും മനുഷ്യരെയും ആദ്യം ഒരുക്കുകയാണ് അമ്മയുടെ ദൗത്യം. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. അതുകൊണ്ട് ചരിത്രത്തിൽ എവിടെങ്കിലും വചനം അതിന്റെ പൂർണ്ണതയിൽ നിങ്ങൾക്ക് ഗ്രഹിക്കണമെങ്കിൽ അമ്മ മറിയത്തിന്റെ കൂടിരുന്നാൽ മതി. ഇത്രയും സ്വാർത്ഥതയില്ലാത്ത ഒരു മനുഷ്യ വ്യക്തി ക്രിസ്തു കഴിഞ്ഞാൽ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. അവൾക്കൊന്നേ പറയാനുള്ളൂ, എന്റെ മകന്റെ തിരുമുഖം നീ കാണണം, അവന്റെ ശക്തി നീ അറിയണം. വാ, എണീറ്റ് വാ, നമുക്ക് അവന്റെ അടുത്തേക്ക് പോകാം. ഹല്ലേലൂയ. ഒരു മരിയൻ അഭിഷേകത്തിന് വേണ്ടി രാത്രി ആഗ്രഹിച്ചുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി മുന്നിലും പിന്നിലും ദൂരെയും അകലങ്ങളും രാജ്യങ്ങളിലും മുട്ടുകുത്തിയും ഇരുന്നും കിടന്നും എല്ലാം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ മുന്നിലും പുറകിലുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ചേരാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ റുഹാദ കുതിശായി എഴുന്നള്ളി വരട്ടെ. 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാത്സല്യമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരു പുത്തൻ പെന്തക്കോസ്തയുടെ ഒരു പുതിയ അഭിഷേകം പ്രാപിക്കാൻ നമുക്ക് വിനയത്തോടുകൂടി ആയിരിക്കാം. അമ്മയോട് കൂടെ നിന്ന് ഈ അഭിഷേകം പ്രാപിക്കുമ്പോൾ തന്നെ നമുക്ക് സൗഖ്യം കിട്ടും. പ്രിയപ്പെട്ടവരെ, നമ്മൾ രാത്രി നടക്കാൻ, പണ്ടൊക്കെ നമ്മുടെ അച്ചാച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ രാത്രി നടക്കാൻ ചൂട്ടുകറ്റ കത്തിക്കുമായിരുന്നു. ചൂട്ടുകറ്റ അവർ കത്തിച്ചുകൊണ്ടിരുന്നത് വെളിച്ചം കിട്ടാനാണ്. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ സ്വാഭാവിക ഫലമായി ചൂടും കൂടി ഉണ്ടാകുമായിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ പ്രിയപ്പെട്ടവരെ? എൻ്റെ ശ്രദ്ധ മുഴുവൻ എൻ്റെ കർത്താവായിരിക്കട്ടെ, നീ മാത്രം മതി, നിന്നെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം ഞാൻ നിന്നെ സ്നേഹിക്കട്ടെ. അതിൻ്റെ ഫലമായി ചൂട്ടുകറ്റ കത്തിക്കുമ്പം വെളിച്ചത്തിൻ്റെ ഒപ്പം ചൂട്
വികിരണം ഉണ്ടാകുന്നത് പോലെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിന്റെ ചൂട്ടുകറ്റ കത്തിക്കുമ്പം സൗഖ്യം ഇപ്തോ ഫാക്തോ അതിനാൽ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. അതിനാൽ ഇങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കാൻ, ഞാൻ സൗഖ്യത്തിന് വേണ്ടി സൗഖ്യം തേടുകയില്ല, ഞാൻ ശാന്തിക്ക് വേണ്ടി ശാന്തി തേടുകയില്ല, എന്റെ കടബാധ്യത മാറാൻ വേണ്ടി സ്തുതിക്കുകയില്ല. പകരം എല്ലാത്തിന്റെ അധിപനായ കർത്താവേ, നിന്നെ തെരഞ്ഞെടുക്കുവാൻ ഞാൻ ശ്രമിക്കും, ഞാൻ ആഗ്രഹിക്കും, ഞാൻ കഷ്ടപ്പെടും, ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് നീ മാത്രം മതി. അപ്പോൾ ബാക്കിയെല്ലാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കല്യാണപ്പന്തലിലാണ്, നമ്മൾ മറന്നുപോയേക്കരുത്. കല്യാണപ്പന്തലിലാണ് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറ് ഓടി നടന്ന് ചാറ് കിട്ടിയോ മോര് കിട്ടിയോ സാമ്പാർ കിട്ടിയോ എന്ന് ഓടി നടന്ന് ഒരാൾ വിയർത്തൊലിച്ചു പോകുന്നുണ്ട്. ആരായാൾ ചാറ് കിട്ടിയോ ചോറ് കിട്ടിയോ എന്നൊക്കെ ചോദിച്ച് പന്തികളുടെ ഇടയിലൂടെ ചിത്രശലഭം പോലെ പറന്നു പോകുന്നുണ്ട് ഒരാൾ. ആരായാൾ? അയ്യോ, നിങ്ങൾ ഈ കല്യാണ വീട്ടിലെങ്ങും അല്ലേ? ആരായാൾ? ആ വീട്ടിലെ കുടുംബനാഥൻ നിങ്ങളുടെ അടുത്ത് വന്ന് വിളമ്പുന്നുണ്ട്. ചോറ് ചാറ് മോരെന്നൊക്കെ പറഞ്ഞ് വിളമ്പുന്നുണ്ട്. പെട്ടെന്ന് ആരോ അയാളെ വിളിച്ചിട്ടോടിയകത്തേക്ക് പോയി. പിന്നെ ഇങ്ങോട്ട് വന്നപ്പം പെരിയാറിൽ മുങ്ങിയതുപോലെ കുളിച്ച അയാൾ വന്നത്. പ്രിയപ്പെട്ടവരെ, വീഞ്ഞ് തീർന്നു പോയി. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ഇത് അവതരിപ്പിച്ചത് എന്തിനാണെന്നോ, പ്രിയപ്പെട്ടവരെ, ഇയാൾ എത്രയോ മാസം കൂട്ടി കണക്കെടുത്ത് യൂദയായിൽ ഇത്ര പേര്, ദാബോറിന്റെ താഴത്തുനിന്ന് ഇത്ര പേര്, ഹെബ്രായ മലഞ്ചെരിവിൽ നിന്ന് ഇത്ര പേരെന്നൊക്കെ കണക്ക് കൂട്ടി ആവശ്യത്തിനുള്ള മോരും ചാറും വീഞ്ഞുമെല്ലാം കരുതി വെച്ചിരിക്കുക. അത്രയധികം പ്രായോഗികതയുള്ള, പ്ലാനുള്ള, പദ്ധതിയുള്ള, പ്രാപ്തിയുള്ള ഈ കുടുംബനാഥന്റെ കണ്ണിന്റെ മുമ്പിൽ, മൂക്കിന്റെ താഴെ കണ്ണിന്റെ മുമ്പിൽ, കയ്യെത്തും ദൂരത്തും കണ്ണെത്തും ദൂരത്തും ഈ പ്രാപ്തനായ മനുഷ്യന്റെ കണ്ണിന്റെ താഴെ കയ്യെത്തുന്ന ദൂരത്ത് ഒരു കുറവുണ്ടായിട്ട് അത് കാണാൻ അയാൾക്ക് പറ്റിയില്ല എന്നാണ് യോഹന്നാൻ എഴുതി വെക്കുന്നത്. യോഹന്നാൻ ആരാ? കഴുകൻ. യോഹന്നാൻ ആരാ? കഴുകൻ എന്ന് ഞാനല്ല, നമ്മളല്ല വിളിക്കുന്നത്, സഭയാ. സഭ പറയുന്നു യോഹന്നാൻ ഒരു കഴുകനാണ്. കഴുകൻ അയാൾ ആരും കാണാത്ത കാര്യങ്ങൾ എഴുതി വെച്ച മഹാദൈവശാസ്ത്രജ്ഞനാണ്. ഇനി ആ വചനം ഒന്ന് കണ്ടാട്ടെ, കേട്ടാട്ടെ, അപഗ്രഥിച്ചാട്ടെ. കണ്ണിന്റെ മുമ്പിൽ, തൊട്ടു മുമ്പിൽ ഒരു കുറവുണ്ടായിട്ട് ഈ അമാനുഷ പ്രതിഭയ്ക്ക്, ഈ കുടുംബനാഥൻ അത് കാണാൻ പറ്റിയില്ല. അത് കാണാനും കണ്ടെത്തി തിരുത്താനും സ്വർഗമയച്ച സഹായിക, സ്വർഗത്തിന്റെ സഹായിക റുഹാദ ഖുദിസയുടെ പ്രിയ മണവാട്ടി വേണ്ടി വന്നു. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നോട്ടം മറിയത്തിലേക്കല്ല, പക്ഷെ മറിയം നമ്മെ കർത്താവിനെ കണ്ടെത്താൻ സഹായിക്കും. വാത്സല്യമുള്ളവരെ, എൻ്റെ ശുശ്രൂഷയുടെ തുടക്കം മുതൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു മനോഹരമായ സംഭവമുണ്ട്. സംഭവമാണോ, മിത്താണോ, കെട്ടുകഥയാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ജീവിത സംഭവം പോലെ എൻ്റെ ചങ്കത്ത് പതിഞ്ഞു കിടക്കുന്ന ഒരു സംഭവമുണ്ട്. കോഴിക്കോടിൻ്റെ തെരുവീതിയിൽ കടലോരത്ത് നടന്നു എന്ന് പറയപ്പെടുന്ന സംഭവമാണ്. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കോഴിക്കോടിൻ്റെ കടൽ കണ്ടത്. വഴിതെറ്റി കുറെ വന്നപ്പോൾ കടൽ കണ്ട്. ഏതായാലും ഈ സംഭവം 16 വർഷങ്ങളായി എൻ്റെ ജീവിതത്തിലെ ബലമാണ്. വാത്സല്യമുള്ളവരെ, കോഴിക്കോടിൻ്റെ കടലോരത്ത് ഒരമ്മ കുഞ്ഞിനെ ഇട്ട് ഓടിച്ചത്രേ. ഒരു അരിമബാലനെ 9 വയസ്സുകാരനെ തള്ളയിട്ട് ഓടിച്ചത്രേ. ഓടി പോകുന്ന കുഞ്ഞിന്റെ പുറകെ തള്ള ഭ്രാന്തിയെപ്പോലെ ഓടിയത്രേ. കണ്ടവരൊക്കെ വാവത്തി പറഞ്ഞ്, തള്ളേ നിനക്ക് ഭ്രാന്തുണ്ടോ? നിന്റെ ചെറുക്കൻ അടച്ചു വെച്ച ഡപ്പിയിൽ നിന്നോ പറണിയിൽ നിന്നോ പാട്ടയിൽ നിന്നോ കുപ്പിയിൽ നിന്നോ അവലോസ് പൊടിയോ ജിലേബി തുണ്ടോ എന്തെങ്കിലും എടുത്ത് കാണും, തിന്നട്ടെ, കൊച്ചു പ്രായമല്ലേ. ആരും പറഞ്ഞിട്ടും കൂസാക്കാതെ തള്ള ഭ്രാന്തിയെപ്പോലെ ഒടുവിൽ ഈ കൊച്ച് പൂഴി മണ്ണിൽ വീണ്. എന്നിട്ടും പിടിവിടാതെ അമ്മ കുട്ടിക്കരളം മറിഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് അവൻ അടക്കി വെച്ചത് നെഞ്ചോടി ചേർത്ത് വെച്ച് കനകമാണിക്യം പോലെ അവൻ അടക്കി പിടിച്ചത് എന്തോ എടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് കടലിലേക്ക്. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. കണ്ടവര് പറഞ്ഞ് ഹല്ലേലൂയ പറയാൻ പറ്റുന്നില്ല. എങ്ങനെ ഹല്ലേലൂയ പറയും? ഈ തള്ളയുടെ പടുതി കണ്ടാൽ ആരാ ഹല്ലേലൂയ പറയുന്നല്ലേ? ആ കൊച്ചിനെ വെറുതെ വിട്ടാ പോരായിരുന്നോ? പക്ഷെ ഈ തള്ള എണീറ്റിട്ട് കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, നാട്ടുകാരെ, നിങ്ങളെല്ലാം എന്നെ കുറ്റപ്പെടുത്തിക്കൊള്ളൂ. പക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ഞാൻ എൻ്റെ അരുമമുത്തിനെ സ്നേഹിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചു, പിന്നാണോ നീ ഭ്രാന്ത് കാണിക്കുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, ഭ്രാന്തല്ല, ഇതെന്റെ സ്നേഹമാണ്. എൻ്റെ ചങ്കിന്റെ ബന്ധമാണ് ഞാൻ കാണിച്ചത്. ഓടി ഞാൻ അവശയായത് എൻ്റെ മുത്തിന് വേണ്ടിയിട്ടാണ്. ആളുകൾ ഇങ്ങനെ നിർനിമേഷരായി നിന്നപ്പം അവള് കഥ പറഞ്ഞു കൊടുത്തു. എൻ്റെ മക്കളെ, സ്വന്തപ്പെട്ടവരെന്ന പോലെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതകഥ ഞാൻ പറയട്ടെ. എൻ്റെ മുത്തിന് 3 വയസ്സുള്ളപ്പോൾ തുടങ്ങിയതാ ഈ ശീലം. ആളുകൾ ചോദിച്ച്, ഏത് ശീലം? എൻ്റെ മുത്തിന് 3 വയസ്സുള്ളപ്പോൾ മുതൽ എൻ്റെ കണ്ണ് വെട്ടിച്ചവൻ അടുപ്പിലെ കനൽ കെടുത്തുമായിരുന്നു, വെള്ളം ഒഴിച്ചു കെടുത്തും. എന്നിട്ട് തരം കിട്ടിയാൽ കയ്യിലേക്ക് ഈ കരിക്കട്ട എടുത്തു വെച്ചിട്ട് കാർന്ന് തിന്നും. കൊച്ചരിമുല്ലപ്പൂ പോലെയുള്ള പല്ല് വന്നപ്പോ തൊട്ട് അവൻ കരിക്കട്ട തിന്നും. അവൻ അമ്മിഞ്ഞ
പാല് വേണമെന്നില്ല, ജിലേബി വേണമെന്നില്ല, മധുരം വേണമെന്നില്ല, ബിസ്ക്കറ്റ് വേണമെന്നില്ല. അവന് കരിക്കട്ട തിന്നണം. എൻ്റെ കണ്ണും വെട്ടിച്ചോടി നടന്നവൻ കനലും കെടുത്തി കരിക്കട്ടയാക്കി കാർന്ന് തിന്നും. അത് പോട്ടെ, അത് കൊച്ചുകാലം, പഴയകാലം. എൻ്റെ കുഞ്ഞിന് ഇന്ന് 9-10 വയസ്സായി. നല്ല തിരിച്ചറിവുണ്ട്. അവനറിയാ ഇത് കരിക്കട്ടയാണ്, ഇത് ജിലേബി അല്ല, ഇത് മധുരമല്ല, ഇത് മ്ലേച്ഛമാണ്, തിന്മയാണ്, നാശമാണ്, പാപമാണ്, രോഗമാണ്. ഒക്കെ എൻ്റെ കുഞ്ഞിന് അറിയാം. പക്ഷേ ഈ അറിവ് ഉണ്ടായിട്ടും തരം കിട്ടിയാൽ എൻ്റെ കുഞ്ഞ് കരിക്കട്ട തിന്നും. ഈ അമ്മ ഓടിച്ച് പുറകെ നടന്ന് വീഴിച്ച് അല്പം ഹേമം ചെലുത്തി അല്പം കരയിപ്പിച്ചിട്ടാണെങ്കിലും എൻ്റെ മുത്തിന്റെ കയ്യിൽ നിന്നും അമ്മ എടുത്തു മാറ്റാതെ അവൻ കരിക്കട്ട അവന്റെ തന്നെ ബോധത്തിൽ നിന്നും, ഔട്ട് ഓഫ് ഹിസ് ഓൺ വിൽ, അവന്റെ ബോധത്തിൽ നിന്നും എടുത്തു മാറ്റിക്കളയുകയില്ല. അമ്മ അവനെ എടുത്തു മാറ്റി കഴുകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാത്സല്യമുള്ളവരെ, സ്വർഗം ഈ രാത്രിയിൽ തന്റെ സൗഖ്യം പരിശുദ്ധ അമ്മയിലൂടെ കൂടിയാണ് ഈ ഈസ്റ്ററിന് ശേഷമുള്ള മഹാശുശ്രൂഷയിൽ അയക്കുന്നത്. ഉത്ഥാനത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം അനുഭവിച്ചത് മറിയമല്ലേ? അമ്മ ഇന്ന് നമ്മളെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിലായിരിക്കുമ്പം ഞാൻ അറിയണം, ഞാൻ ഓർക്കണം, എന്നെ ഞാൻ വഞ്ചിക്കുന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചറിയണം, എൻ്റെ ജീവിതത്തിൽ ചില കരിക്കട്ടകളുണ്ട്. നിങ്ങളും ഓർക്കണം, നമുക്ക് വേണ്ടി ഓർക്കണം. ചില കരിക്കട്ടകൾ കണ്ണെത്തും ദൂരത്തും കയ്യെത്തും ദൂരത്തും. ശരിയാണ്, പ്രാപ്തിയുണ്ട്, കഴിവുണ്ട്, ജനലക്ഷങ്ങളോട് വചനം പറഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പാടിയിട്ടുണ്ട്, സ്തുതിപ്പിച്ചിട്ടുണ്ട്, വൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, കൂട്ടായ്മയുടെ ലീഡറാണ്. പക്ഷേ കയ്യെത്തും ദൂരത്തും കണ്ണെത്തും ദൂരത്തും കൈപ്പാങ്ങിലെ ചില കുറവുകൾ നമുക്ക് തിരുത്താൻ പറ്റാത്ത ചില കരിക്കട്ടകളായി തൊട്ടടുത്തിരിപ്പുണ്ട്. ഇതിനെയും കൂടി കഴുകിക്കളയുവാൻ, ഇതിനെയും കൂടി എടുത്തു മാറ്റുവാൻ സ്വർഗം നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. വാത്സല്യമുള്ളവരെ, അതിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. പരിശുദ്ധാത്മാവിന്റെ പ്രിയ മണവാട്ടിയായ മറിയം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷത്തോടെ ഒന്ന് എണീറ്റ് നിൽക്കാം. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പറയാറുണ്ട്, കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നമുക്ക് ശക്തമായി ഇപ്പോൾ ഒന്ന് ആവർത്തിക്കാം. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മിലും ദൂരങ്ങളിലും സമീപങ്ങളിലും എല്ലാം ഇറങ്ങി വരട്ടെ. ആ പരിശുദ്ധാത്മാവ് എന്നെയും ശക്തിപ്പെടുത്തട്ടെ, എൻ്റെ പ്രാർത്ഥനയാൽ നിങ്ങളെയും ശക്തിപ്പെടുത്തട്ടെ. നമുക്ക് ഈ ശുശ്രൂഷയിലായിരിക്കാം, എല്ലാം മറക്കാം. നമുക്ക് 2 കരങ്ങളും നമ്മുടെ തോളത്തോ നെറുകയിലോ വെച്ചുകൊണ്ട് പറയാം, കർത്താവേ എൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ സഭയിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ കോൺഗ്രിഗേഷനിലേക്ക്, എൻ്റെ ആശ്രമത്തിലേക്ക്, എൻ്റെ ഇടവകയിലേക്ക്, എൻ്റെ സ്ഥാപനത്തിലേക്ക്, സഭയിലേക്ക്, രൂപതയിലേക്ക്, എൻ്റെ ശുശ്രൂഷ വേദിയിലേക്ക്, ചാനലിലേക്ക് എല്ലാം വീണ്ടും വരട്ടെ. നമുക്ക് നമ്മളോട് തന്നെ കൽപ്പിക്കാം, നമുക്ക് ആവർത്തിച്ച് പറയാം, കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നമുക്ക് ആവർത്തിച്ച് പറയാം, കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. സ്വരം ഉയർത്തി പറയാം, കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് വരട്ടെ. നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഇനി നമുക്ക് ലോക ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വലിയ സമാധാനം ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ക്രിസ്തുവിന്റെ വലിയ ശക്തി റുഹാദ കുദിശയാൽ ഇറങ്ങി വരട്ടെ. പിതാവിന്റെ വാത്സല്യം ലോകത്ത് നിഴലിക്കട്ടെ. 2 കരങ്ങളും ഉയർത്തി നമുക്ക് ഈ വചനം ആവർത്തിക്കാം. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. 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 ഹല്ലേലൂയ. സ്വരത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി നമുക്ക് സ്തുതിക്കാം, സന്തോഷത്തോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിരിക്കാം പ്രിയപ്പെട്ടവരെ. നമ്മുടെ ചില കരിക്കട്ടകൾ ഈ രാത്രി പരിശുദ്ധ അമ്മയിലൂടെ എടുത്തു മാറ്റി വർഷങ്ങളായി മാറാതിരുന്ന ചില ശീലങ്ങളിലും ചില പ്രകൃതങ്ങളിലും ചില സ്വഭാവ രീതികളിലും കർത്താവ് ഒരു വിടുതലയക്കട്ടെ. മറിയം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ രാത്രിയിൽ വർഷാവർഷങ്ങൾ കരഞ്ഞിട്ടും മാറാത്ത, കാലാകാലങ്ങൾ ഉരുകിയിട്ടും പോകാത്ത, ദിനരാത്രങ്ങൾ
കുമ്പിട്ട് പ്രാർത്ഥിച്ചിട്ടും അകലാത്ത ചില കരിക്കട്ടകൾ നമുക്കറിയാം. കണ്ണിന്റെ മുമ്പിൽ കിടന്നതാണ് അവയ്ക്ക്. കൈപ്പാങ്കിലുണ്ടായിരുന്ന ചില കരിക്കട്ടകൾ എൻ്റെ സമർപ്പണത്തിൽ നിന്നും കറയായിരുന്ന ഒരു കരിക്കട്ട, എൻ്റെ കുടുംബജീവിതത്തിൽ നിന്നും മറയായിരുന്ന ഒരു കരിക്കട്ട, എൻ്റെ പൗരോഹിത്യത്തിൽ നിന്നും കരിനിഴലായിരുന്ന ഒരു കരിക്കട്ട കർത്താവ് എടുത്തു മാറ്റട്ടെ. പരിശുദ്ധ അമ്മ സഹായിക്കും. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. അങ്ങനെ ആ കരിക്കട്ട എടുത്ത് മാറ്റപ്പെടുന്ന സമയം തന്നെ ആ വിടവിലേക്ക് റുഹാദ കുദിശയുടെ ശക്തി, റുഹ കാറ്റ് എന്ന പദത്തിന്റെ അർത്ഥം കാറ്റ് പോലെ ദൈവശക്തി എന്നെ ഏറ്റെടുക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. അല്പം കൂടെ സ്വരമുയർത്തി ഹല്ലേലൂയ. വാത്സല്യമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ കർത്താവായ മിശിഹായ്ക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ ജീവിതത്തെ മുഴുവനായി കർത്താവായ മിശിഹായ്ക്ക് വിട്ടുകൊടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അല്പം മുന്നോട്ട് പോകുമ്പോൾ ഇതാ വീണ്ടും ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. മറിയം വന്ന് പറഞ്ഞു, മകനെ അവർക്ക് വീഞ്ഞില്ല, മകനെ അവർക്ക് വീഞ്ഞില്ല. കർത്താവ് തള്ളിക്കളഞ്ഞതുപോലെ സംസാരിച്ചു. എൻ്റെ അമ്മേ, അതിനെനിക്ക് നിനക്ക് എന്താ? അമ്മ ഇങ്ങി പോരു. അമ്മയുടെ ഈ നിൽപ്പും പടുതിയും കണ്ടാൽ അമ്മയുടെ മകന്റെ വിവാഹം പോലെ തോന്നുമല്ലോ. എന്തോ ഒരു വിയർപ്പ്, എന്തോ രാതി, എന്തോ രാവലാതി. എൻ്റെ അമ്മയെ നമുക്കങ്ങ് പോയേക്കാമെന്നാ ഈശോ. അമ്മയുടെ ഉള്ളറിയുവാനും കാരുണ്യത്തെ പുറത്തു കൊണ്ടുവരുവാനുമായി കർത്താവ് ഒരു ശോധന അയച്ചതാണ്. അമ്മ മറിയമേ, നമുക്ക് പോകാമെന്ന രീതിയിൽ ഈശോ ഭാവിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. നമുക്കിനിയുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഈശോ ചോദിച്ചു, അവിടെ എത്ര കൽഭരണികളുണ്ട്? ഹല്ലേലൂയ. ബെഞ്ചമിനോ ഗമാലിയോലോ ആരാണ്ട് നോക്കിയിട്ട് പറഞ്ഞു, കർത്താവേ 4, 5, 6 ഉണ്ട്. 6 കൽഭരണി എണ്ണി തിട്ടപ്പെടുത്ത്. 6 6 6 6എങ്കിൽ 6 ഇങ്ങോട്ട് എടുക്ക്. 6 മുരുട്ടി ഇങ്ങോട്ട് കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. ആളുകൾ അടക്കം പറച്ച ഇതിനുള്ള പടപ്പുറപ്പാടാണോ ആവോ? ഇതാ വീഞ്ഞു തീർന്നെടുത്ത് കൽഭരണി ഉരുട്ടിക്കൊണ്ട് 5-6 പേര് വരുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇതെല്ലാം വക്കോളം നിറയ്ക്ക്. ഹല്ലേലൂയ. നടുവും വയ്യാത്ത മനുഷ്യരെ ചുമ്മിയും ചുമന്നുമെല്ലാം വക്കോളം നിറച്ചപ്പം അവരിൽ ആരാണ്ട് പറഞ്ഞു, മിക്കവാറും ചുമന്നും നിറച്ചും വക്കോളം എത്തുമ്പോൾ മിക്കവാറും ഇവൻ പറയും പകർന്നു കൊണ്ടുപോയി കൊടുക്കാൻ പറയും. അങ്ങനെ പറഞ്ഞാൽ എന്നോർത്ത് 2 എണ്ണം പറയണമെന്ന് ഓർത്തിരുന്നപ്പം അത് തന്നെ കർത്താവ് പറഞ്ഞ് പകർന്നു കൊണ്ടുപോയി കൊടുക്കാൻ. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. നമുക്കതൊന്നുമല്ല പ്രധാനപ്പെട്ടത്. നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചോട്ടെ. യൂദയായിൽ എവിടെയാ വീഞ്ഞു സൂക്ഷിക്കുന്നത്? കൽഭരണിയിലാണോ, വീഞ്ഞുകുടത്തിലാണോ, തുകൽഭരണിയിലാണോ? യൂദയായിൽ എവിടാ വീഞ്ഞു സൂക്ഷിക്കുന്നത്? സാധാരണഗതിയിൽ നിങ്ങൾ പറഞ്ഞ ശരിയാ, തുകൽക്കുടങ്ങളില്ല. യൂദയായിൽ വീഞ്ഞു സൂക്ഷിക്കുന്നതും സൂക്ഷിച്ചടച്ചു വെക്കുന്നതും തുകൽഭരണികളാണെന്ന് വിവിധ സ്ഥലങ്ങളിലുണ്ട്. യൂദയാ പാരമ്പര്യങ്ങളിൽ വീഞ്ഞു സൂക്ഷിക്കുന്നത് തുകൽക്കുടങ്ങളില്ല. പുതിയ വീഞ്ഞ് പുതിയ തുകൽക്കുടങ്ങളിൽ, പഴയ വീഞ്ഞ് പഴയ തുകൽക്കുടങ്ങളിൽ. അവിടെ ഈ പന്തി ഒഴിഞ്ഞിടത്ത്, ചോറ് അഴിഞ്ഞിടത്ത്, വീഞ്ഞ് തികയാതെ പോയിടത്ത് എത്രയോ തുകൽഭരണികൾ അധികം കിടപ്പുണ്ടായിരിക്കും. അവിടെ ഇവിടങ്ങളിൽ വീഞ്ഞ് നിറഞ്ഞു വെച്ചിരുന്ന, അഹങ്കരിച്ച് പള്ളയും വീർപ്പിച്ച് ഞങ്ങൾ വീഞ്ഞുകുടങ്ങളാണെന്നും പറഞ്ഞിരുന്ന കുറേ ഭരണികൾ ഒഴിഞ്ഞ് അവിടെ ഇവിടങ്ങളിൽ കിടപ്പുണ്ട്. ക്രിസ്തുവിന് ഇങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നോ മിശിഹായ്ക്ക്? അന്ത്രയോസേ, യോഹന്നാനെ, നീ അവരോട് പോയി പറ, ആ വീഞ്ഞുകുടങ്ങളൊക്കെ ഒന്ന് കഴുകി ഓരോ കുടം വെള്ളവുമായി വാ എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. പോരായിരുന്നു. അവൻ അത് പോരായിരുന്നു. അതുകൊണ്ട് അവൻ ചോദിച്ചു, അവിടെ എത്ര കൽഭരണികളുണ്ട്? എന്താ ഇതിന്റെ രഹസ്യം? കർത്താവിനോട് ചേർന്ന് യോഹന്നാന്റെ ദൈവശാസ്ത്രം അറിഞ്ഞാൽ നമ്മൾ കരഞ്ഞു പോകും. ഹല്ലേലൂയ. അവിടെ എത്ര കൽഭരണികളുണ്ട്? കർത്താവ് ചോദിച്ചു, ഉത്തരം 6. എന്തെല്ലാം അർത്ഥങ്ങളാണെന്നോ അവിടെ. ഒന്നാമത് അതിന്റെ അക്കം 6, അപൂർണത. 6 അപൂർണത. കർത്താവിന് കൈ നീട്ടണമെങ്കിൽ നീ പറയണം, സ്നേഹിത, ഞാൻ അപൂർണനാണ്, ഞാൻ കുറവുള്ളവനാണ്. കർത്താവിന് കൈ നീട്ടി നിന്നെ 7 ആക്കണമെങ്കിൽ, നിന്നെ പൂർണ്ണനാക്കണമെങ്കിൽ നീ പറയണം, ഞാൻ ആരുമല്ല കർത്താവേ. അത് വെറുതെ എളിമ കാണിക്കലോ തല നീട്ടിപ്പിടിക്കലോ തല ചാച്ചു പിടിക്കലോ ഒന്നുമല്ല. അത് ഉള്ളിന്റെ വിതുമ്പലാണ്. നിന്നെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല കർത്താവേ. അതൊരു സത്യമല്ലേ പ്രിയപ്പെട്ടവരെ? ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് ഞാൻ വരുന്ന വഴിക്ക് ഒരു ചെറിയ അപകടമുണ്ടായാൽ തീർന്നില്ലേ ഈ ശുശ്രൂഷ? പോയില്ലേ? ഞാനത് ഓർക്കണം. സ്നേഹിതരെ, ഇന്ന് വരുന്ന വഴിക്ക് നിങ്ങളുടെ വണ്ടി ഒന്ന് ചെരിഞ്ഞാൽ മറിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിലൊരു അലോഹ്യമുണ്ടായാൽ പോയില്ലേ? പറയണം. ഈ രാത്രി നീ ഈ രാത്രിയുടെ ചിറകിലേറി പറയണം, കർത്താവേ, നീ ഇല്ലെങ്കിൽ ഞാൻ ഇരുട്ടു മാത്രമാണ്. അതൊരർത്ഥം. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. വലതുകരം വീശി ഹല്ലേലൂയ.
അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. യോഹന്നാൻ അത് പറയുന്നുണ്ട്. എന്തിനാ ഈ കൽക്കുടങ്ങൾ, എന്തിനാ ഈ കൽഭരണികൾ ഉപയോഗിച്ചിരുന്നത്? അതാണ് വിശേഷം. ഓരോ വീടിന്റെയും ബ്രഹ്മാണ്ഡമായ വീടുകളുടെ മുമ്പിൽ കൽഭരണികൾ കൂട്ടിക്കൂട്ടി വെച്ചിരിക്കും. 4, 5, 6 ഓരോരുത്തരുടെയും പ്രാപ്തിയും കഴിവും അനുസരിച്ച് 5, 6 കൽഭരണികൾ കൂട്ടിക്കൂട്ടി വെച്ചിരിക്കും. ഒക്കത്തിനകത്തും വെള്ളം നിറച്ചു വെച്ചിരിക്കും. എന്തിനാ? വരുന്നവന്റെയും പോകുന്നവന്റെയും വരുന്നവന്റെയും പണ്ഡിതന്റെയും പാമരന്റെയും വേശ്യയുടെയും പുണ്യവാന്റെയും ഒക്കെ കാലും കഴുകി വരുന്നവനും പോകുന്നവനും ഒക്കെ കാലും കഴുകാൻ വിധിക്കപ്പെട്ട് ഓരോ വീടിന്റെയും പടിക്കൽ 4, 5 കൽഭരണികൾ പടിക്കലിരിക്കും. പുറത്ത് വാതിലിന്റെ പുറത്ത്. അപ്പോഴോ അകത്ത് തൊട്ടുരുമി നിൽക്കുന്ന തുകൽക്കുടങ്ങളിൽ തേനൂറുന്ന മധുരവീഞ്ഞ് നുരഞ്ഞ് പതഞ്ഞിരിക്കുമ്പം ഈ കൽഭരണികൾ എപ്പോഴും പകലും രാവും വെളിയിലിരിക്കും. മഞ്ഞുകൊണ്ട്, കാറ്റുകൊണ്ട്, കാക്കയുടെ കാഷ്ടമുണ്ടെങ്കിൽ അതുമേറ്റ്, പിള്ളാര് കല്ല് വലിച്ചെറിഞ്ഞാൽ അതും കൊണ്ടിട്ട് ഈ കൽഭരണികൾ എന്നും പുറത്തിരിക്കും. അങ്ങനെ ഒരു ആയുസ് മുഴുവൻ, ഒരു ജന്മം മുഴുവൻ പുറത്തിരുന്ന് മഞ്ഞുകൊണ്ട് നനഞ്ഞ, വെയിലുകൊണ്ട് കരഞ്ഞ കൽഭരണികളെ ക്രിസ്തു വിളിച്ചു എന്നതാണ് മറിയത്തിന്റെ മാധ്യസ്ഥത്തിന്റെ മഹാത്ഭുതം. ഒരായുസ് മുഴുവൻ കരഞ്ഞവരാണോ നിങ്ങൾ? ഒരായുസ് മുഴുവൻ നെടുവീർപ്പിട്ടവരാണോ നിങ്ങൾ? നിങ്ങൾ കൽഭരണിയാണോ? മനുഷ്യനാട്ടി പുറത്താക്കിയവരാണോ? നിന്റെ ശുശ്രൂഷ ഇന്ന് വരെ ആരും മാനിച്ചിട്ടില്ല. സന്യാസികൾ അറിഞ്ഞിട്ടില്ല, എന്റെ അധികാരി അറിഞ്ഞിട്ടില്ല, എന്റെ അപ്പൻ എന്നെ തൊട്ടിട്ടില്ല, എന്റെ ഭാര്യ എന്നെ മാനിച്ചിട്ടില്ല. സ്നേഹിത, നീ കൽഭരണിയാണ്. ഒരായുസ് മുഴുവൻ പടിക്കലിരുന്ന നിന്നെ അമ്മ മറിയത്തിന്റെ മാധ്യസ്ഥത്താൽ കർത്താവ് വീഞ്ഞു കുടമാക്കി മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. സത്യത്തിൽ 2ാം കണ്ണുള്ളവന് കാനായിലെ അത്ഭുതം വെള്ളം വീഞ്ഞ എന്നതിനേക്കാൾ കൽഭരണി വീഞ്ഞുകുടമായതത്രേ. ശരിക്കും 2ാം കണ്ണുള്ളവന് കാനായിലെ അത്ഭുതം വെള്ളം വീഞ്ഞ എന്നതിനേക്കാൾ കൽഭരണി വീഞ്ഞുകുടമായതത്രേ. കൽഭരണി വീഞ്ഞുകുടമായതാണ്. ഒരായുസ് മുഴുവൻ കാക്കയുടെ കാഷ്ടം കൊണ്ടിരുന്ന കൽഭരണി, ഒരുത്തം പോലും തിരിഞ്ഞു നോക്കാത്ത കൽഭരണി, ഒരായുസ് മുഴുവൻ കാല് കഴുകിയിരുന്നതാ. ശുശ്രൂഷയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ആരറിഞ്ഞു ആ മഹത്വം? അമ്മ മറിയം സ്വർഗത്തിന്റെ മുമ്പിൽ കരയുമ്പം നിന്നെ കർത്താവ് കൽഭരണിയുടെ സ്ഥാനത്തു നിന്ന് എടുത്തുയർത്തി വീഞ്ഞുകുടമാക്കി മാറ്റും. നീ അത് കാണും പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാത്സല്യമുള്ള സഹോദരങ്ങളെ, എന്ന് പറയുമ്പോൾ സത്യത്തിൽ എന്റെ ഉള്ളു സന്തോഷം കൊണ്ട് കരയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാത്സല്യമുള്ളവരെ, ഹല്ലേലൂയ. ഏതാണ്ട് 4 വർഷങ്ങൾക്ക് മുമ്പ് ചങ്ങനാശ്ശേരിയിലെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ അമ്മ മറിയത്തിന്റെ ഒരു ശുശ്രൂഷ ഞാൻ ഒരുക്കിയ ദിവസം ഞാൻ ഓർക്കുന്നു. നാടെങ്ങും അറിഞ്ഞു. പ്രചരണം, പരസ്യമെല്ലാം ഉണ്ടായിരുന്നു. ഒരു 350 ആളുകൾ അണിചേർന്ന് നാടകീയമായി ഒരു മധുരമായ സ്വർഗീയ ഒരു കലാരൂപത്തിലൂടെ മറിയത്തിന്റെ മഹത്വം ലോകത്തെ അറിയിക്കുന്ന പ്രോഗ്രാം. പ്രിയപ്പെട്ടവരെ, ആ ദിവസങ്ങളിൽ എങ്ങുമില്ലാത്ത കാറ്റ് വന്നും മഴ വന്നും ഞാൻ ചുരുക്കി പറയുകയാണ്. ആ ശുശ്രൂഷയുടെ മഹാദനം ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, മഹത്വം. ദൈവമേ നിനക്ക് സ്തുതി. കൊണ്ടുപിടിച്ച് പ്രാർത്ഥിച്ച് 2:30 മണിക്ക് മഴ പെയ്തു. എന്നാ പറയാൻ പറ്റും? എന്നാ പറയാനാ? 10,000-4,000 ആളുകൾ വരികയാ. എന്താ കുറ്റം? ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. 3:30 മണിക്ക് വീണ്ടും മഴ പെയ്തു. ഞാൻ വീണ്ടും സ്തുതിച്ചു. ഹല്ലേലൂയ, മഹത്വം, മഹത്വം. നീ വലിയവനാണ് കർത്താവേ, നീ എന്റെ മഹത്വപ്പെടുത്ത്. നിന്റെ നാമത്തിന്റെ മഹത്വം. ഭയങ്കര സ്തുതി, ബഹളം. ഞങ്ങളെല്ലാവരുടെ കൊണ്ടുപിടിച്ച് സ്തുതിച്ചു. 5:15 വീണ്ടും മഴ പെയ്തു. അപ്പൊ ഞാൻ ഓർത്തു, 6 മണിക്ക് മഴയൊന്നുമില്ല, 3 വട്ടം മഴ പെയ്ത് പോയില്ലേ? ആരോ പിടിച്ചു വലിച്ചാൽ എന്ന വണ്ണം 4-ാം തവണയും കിഴക്കുന്ന് പടിഞ്ഞാറോട്ടേക്ക് മഴവേഗങ്ങൾ ആട്ടുംകൂട്ടങ്ങളെപ്പോലെ ഓടി വന്നിട്ട് അഭിമന്യ പിതാവ് ഉദ്ഘാടനം ചെയ്തപ്പോ ചടപടാതെ ഇടിയും കുത്തി മഴ പെയ്തു. എന്നാ ചെയ്യാൻ പറ്റും? നനഞ്ഞു കുതിർന്ന സ്റ്റേഡിയം, പൊട്ടിത്തെറിക്കുന്ന ലൈറ്റുകൾ, നനഞ്ഞു പോകുന്ന ഉടയാടകൾ, എല്ലാ ആർട്ട് വർക്കുകളും പോകുന്നു. ആൾക്കാരുടെ വിരലുകൾ ഒരുപക്ഷെ ഉള്ളുകൊണ്ടെങ്കിലും നീളും എൻ്റെ നേരെയും. കാരണം എന്തുകൊണ്ട് ഈ മഴ? പറയാൻ മനുഷ്യന്റെ ഉത്തരമില്ല. മനുഷ്യൻ ഉത്തരം മുട്ടിപ്പോകുന്ന ചില വിനാഴികൾ നമുക്കുണ്ട്. ഈ രോഗം, ഈ ഭാരം, ഈ തകർച്ച എനിക്കെന്തുകൊണ്ട്? നമുക്കുത്തരമില്ല. എനിക്കും ഉത്തരം നഷ്ടപ്പെട്ടു പോയി. നനഞ്ഞു കുളിച്ചു നിന്ന ഒരു ചെമ്മരിയാടിനെ പോലെ സ്റ്റേജിന്റെ മൂലയ്ക്ക് ഞാൻ നിന്നപ്പോൾ ഹബക്കുക്കിന്റെ വാക്കുകൾ ആരോ എന്റെ വായിലേക്ക് വെച്ചു തന്നു. ഏതോ ഒരു വിശ്വാസത്തിന്റെ അറ്റം പിടിച്ച്, ഒരു വിശ്വാസത്തിന്റെ ഒരു കുഞ്ഞു മണി അറ്റം പിടിച്ച്, ഞാൻ ഒരു കടുകുമണിയുടെ അറ്റം പിടിച്ച് എവിടെയോ മുങ്ങിത്താഴാൻ പോകുന്നവന് കച്ചിത്തുരുമ്പ് കിട്ടിയ പോലെ ഒരു പൂർണ്ണ വിശ്വാസത്തിലൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. ഏതോ ഒരു വിശ്വാസത്തിൽ
വിശ്വാസത്തിന്റെ അറ്റം പിടിച്ചിട്ട് ആ 3500ഓളം ആളുകളെ നോക്കി ഞാൻ പറഞ്ഞു, ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ നടക്കുന്നില്ലെങ്കിലും, അത്തിമരങ്ങൾ പൂക്കുന്നില്ലെങ്കിലും, ആട്ടിൻതൊഴുത്തിൽ ആടുകൾ അറ്റുപോയാലും, ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ നടക്കുന്നില്ലെങ്കിലും 2002 അമ്മ മറിയം വഴി എന്റെ ജീവിതത്തിൽ ഇടപെട്ട നിന്റെ മഹത്വത്തെ ഞാൻ കീർത്തിക്കുന്നു എന്ന് ഉറക്കെ അങ്ങ് വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. ഒരു പൂർണ്ണ ബോധ്യത്തിലും വിശ്വാസത്തിലും ഒന്നുമല്ല ഈ ഉള്ളവൻ പറഞ്ഞത്. പക്ഷെ കർത്താവ് അതിനെ മാനിച്ചു. ഇടിച്ചു കുത്തി പെയ്ത മഴ നിന്ന് 15 മിനിറ്റ് കൊണ്ട് എല്ലാവരും ഇറങ്ങിപ്പോകാൻ നിൽക്കെ 7:40 പ്രോഗ്രാം ആരംഭിച്ചു. ഇന്ന് 4 വർഷം തികയുമ്പം അത് മഹത്വമായി ഏറ്റുപാടുവാൻ എനിക്ക് ഇടവരുകയാണ്. തീർന്നില്ല, അവിടം കൊണ്ട് തീർന്നില്ല. ഒരു കുഞ്ഞടവകയിലേക്ക് അയക്കപ്പെട്ടു. 72 വീടുള്ള കുഞ്ഞടവക കർഷകരുടെ മക്കളുടെ അടുക്കിലേക്ക് അയക്കപ്പെട്ടു. ദേവാലയം പണിയാനാണ് വിധി. ദേവാലയം പണിയാനുള്ള 3.5 വർഷത്തെ കഷ്ടപ്പാടിന്റെ ഇടയ്ക്ക് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ഏപ്രിൽ 17 ഓശാന ഞായറാഴ്ച ഇടവകയിലെ മക്കളെ ചേർത്ത് വെച്ച് കർത്താവിന്റെ രക്ഷാകര സംഭവങ്ങൾ ഇടവകയുടെ കൊച്ചു മണ്ണിൽ, പാവം ഗ്രാമദേവാലയത്തിന്റെ മണ്ണിൽ ആവർത്തിക്കാൻ വേണ്ടി ഇടവകയിലെ മക്കളെ എല്ലാം പരിശീലിപ്പിച്ച് 3.5 മാസമെടുത്ത് കാൽവരിയുടെ മലയെല്ലാം പള്ളിപ്പറമ്പിലുണ്ടാക്കി ഉയർന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി നിൽക്കുമ്പം പ്രോഗ്രാം നടക്കുന്ന അന്നേ ദിവസം 4:30 മണിക്ക് പിശാച് വന്നു കയറി. ഇതുപോലെ കൊടുങ്കാറ്റ് വന്ന് ആർട്ടവർക്കെല്ലാം പറിച്ചു മാറ്റി. ലൈറ്റെല്ലാം പൊടിനോ എന്ന് വീണു. ഞാൻ തകർന്നു പോയി. കർത്താവ് എവിടെ ഒരു ശുശ്രൂഷ ചെയ്താലും മഴയും ഭാരവും. പ്രിയപ്പെട്ടവരെ, കരഞ്ഞ് നിലവിളിച്ചു പോയി. പൗരോഹിത്യത്തിൽ ഇല്ലാത്തതുപോലെ തോന്നി. വെള്ളിടി വെട്ടി ഇറങ്ങുകയാണ്. ആ ഇടിവെട്ടേറ്റ് ഞാൻ അവിടെ നിന്നു. ഒരു വാശി, ചാകുന്നെങ്കിൽ ചാകട്ടെ. അവിടെ നിന്നു. മഴ എങ്ങും തോരുന്നില്ല. നമ്മുടെ വിശ്വാസമൊക്കെ കരിയില പോലെ പറന്നുപോയി. ഞാൻ പോയി തോറ്റുപോയി. എൻ്റെ വിശ്വാസമൊക്കെ കരിയില മണ്ണാങ്കട്ട പോലെ പോയി. ഞാൻ പോയി മാനവാട്ട് കുളിക്കാൻ തുടങ്ങി. 6:45 ആൾക്കാർ വന്നിരിപ്പുണ്ട്. ഭരണങ്ങാനം, പാലാ, തൊടുപുഴ ഭാഗത്തു നിന്നൊക്കെ ഈ കുഞ്ഞു ദേവാലയത്തിലേക്ക് ആൾക്കാർ വന്നിട്ടുണ്ട്. എന്ത് ഉത്തരം പറയും? ഒരുപാട് കന്യാസ്ത്രീകൾ, വിശുദ്ധരായ മക്കൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ മാനവാട്ട് പോയി കുളിച്ചു. 6:50 ഇറങ്ങി വരുമ്പം ഞാൻ ആകാശത്തൊരു കുഞ്ഞു പൈതൽ ചൂണ്ടിയിട്ടൊരു കാഴ്ച കണ്ടു. ഒരു കുഞ്ഞു മകൻ കൗതുകത്തോടെ ആകാശത്തേക്ക് വിരൽ ചൂണ്ടിയപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് ഞാൻ ആദ്യം കാണുന്ന കാഴ്ച, ഒരുപക്ഷെ നിങ്ങളിൽ ആരും കാണാത്ത കാഴ്ച. ആകാശത്ത് മഴയ്ക്ക് ശേഷം മഴവിൽ. അയ്യോ, ഇതാണ് ആരും കാണാത്ത കാഴ്ച അല്ലേ? ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും കാണാത്ത ഒരു കാഴ്ച എന്ന് പറയാൻ കാര്യമുണ്ട്. മഴയ്ക്ക് ശേഷം ഒരു മഴവിൽ ഇങ്ങനെ നിവർന്ന് നിൽക്കുകയാണ്. അച്ഛൻ എന്നാ പറ്റിയല്ലേ? ആരും കാണാത്ത കാഴ്ചയാണോ ഇത്? എല്ലാവരും കണ്ട കാഴ്ചയല്ലേ? പക്ഷേ ഇരട്ടപറ്റതുപോലെ 2 മഴവില്ല്. ഹല്ലേലൂയ. അതിന്റെ അത്ഭുതം അറിയണമെങ്കിൽ അന്ന് അവിടെ അവതരിപ്പിക്കാൻ പോകുന്ന സ്ക്രിപ്റ്റിലെ പ്രധാനപ്പെട്ട വാക്യം അറിയണം. അന്ന് അവിടെ അവതരിപ്പിക്കാൻ പോണ സ്ക്രിപ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം ഇതാണ് വാത്സല്യമുള്ളവരെ. ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം, കേപ്പ വന്നിട്ട് മറിയത്തോട് ചോദിക്കുകയാണ്, അമ്മ മറിയമേ, അമ്മേ മേരിയമ്മേ, നിന്റെ മകൻ എന്താ അമ്മേ എപ്പോഴും ഈ കുരിശിനെ ഇത്രമാത്രം സ്നേഹിക്കുന്നത്? ഇന്നലെയും അവനെ രാജാവാക്കാൻ എല്ലാവരും കൂടി ശ്രമിച്ചതാ, അവൻ നിന്ന് തന്നില്ല. എന്താണ് അമ്മേ നിന്റെ മകൻ ഈ കുരിശിനെ ഇത്രമാത്രം സ്നേഹിക്കുന്നത്? അപ്പൊ അമ്മ മറിയം കേപ്പായോട് പറഞ്ഞു കൊടുക്കുക, എന്റെ കേപ്പ, ഇതൊന്നും എനിക്കറിയില്ല, അതൊന്നും എന്നോട് ചോദിക്കണ്ട. പക്ഷെ എനിക്കൊന്നറിയാം, ഇവനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചിട്ട് ഞാൻ അന്ന് 12-ാം വയസ്സിൽ വലിച്ചു പിടിച്ചവനെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പം തൊടിയിലേക്ക് ഞാൻ ഒലിവുകാ ശേഖരിക്കാൻ പോയപ്പോൾ ഒരു പാട്ട് ഞാൻ കേട്ടു. ഞാൻ നോക്കുമ്പം ഉണ്ണിമുത്ത് 12 വയസ്സുകാരൻ ഒരു മരച്ചില്ലയെ ചുറ്റിപ്പറ്റി പാടുന്നു, സ്നേഹമരമേ ക്രൂശുമരമേ നിന്നിൽ എൻ്റെ ജീവിതം ഊഞ്ഞാലിടും. എനിക്കറിയില്ല കേപ്പ, കുഞ്ഞുനാൾ തൊട്ട് അവൻ കുരിശിനെ പ്രണയിച്ചിരുന്നു. എന്നിട്ട് മറിയം കേപ്പായോടൊരു വാക്യം പറയുകയാ, കേപ്പാ ഒരു കാര്യം ഉറപ്പാണ്, എന്റെ മകനായിക്കൊണ്ട്, എന്റെ മകൻ മുഖാന്തരമോ എന്റെ മകൻ അറിഞ്ഞോ നിന്റെ കണ്ണിൽ ഒരു കണ്ണുനീർത്തുള്ളി നിറയാനിട വന്നാൽ അതിനുശേഷം എന്റെ മകനാണേ നിന്റെ തലയ്ക്ക് മുകളിൽ അവൻ ഒരു മഴവില്ലും കൂടി നാട്ടി ഉറപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. അമ്മ മറിയം കേപ്പായോട് പറഞ്ഞ വാക്യമാണ് ആ പ്രോഗ്രാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം. എന്റെ കേപ്പ, നിന്റെ കണ്ണ് ഏതെങ്കിലും കാരണത്താൽ നിറയാൻ എന്റെ മകൻ അനുവദിച്ചാൽ അതിനുശേഷം നിന്റെ തലയ്ക്ക് മുകളിൽ ഒരു മഴവില്ലും കൂടി അവൻ നാട്ടിയുറപ്പിക്കും. ഞാൻ അന്ന് കണ്ടത് 1 അല്ല 2 മഴവില്ലാണ്. വാത്സല്യമുള്ളവരെ,
ഈ 4 വർഷങ്ങൾക്ക് ശേഷം ഈ ശുശ്രൂഷ ചെയ്യുമ്പം അക്ഷരാർത്ഥത്തിൽ എൻ്റെ കണ്ണു നിറയുന്നത് അമ്മ മറിയത്തിലൂടെ ദൈവത്തിന് നാം സമർപ്പിച്ചാൽ നാം അനുഭവിക്കാൻ പോകുന്ന മഹത്വം എത്ര വലുതാണ്. വിശുദ്ധ ജനമേ, നിങ്ങളുടെ കണ്ണ് കർത്താവായിക്കൊണ്ട് ഒരിക്കലെങ്കിലും നിറയാനിട വന്നാൽ ശേഷം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ കൂടി അവിടുന്ന് മഴവില്ലുകൾ നാട്ടിയുറപ്പിക്കും. കൽഭരണികളെ വീഞ്ഞുകുടമാക്കിയ മഹാത്ഭുതം കർത്താവിന്നും തുടരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി, ദൈവത്തിന് മാത്രം മഹത്വം കൊടുക്കാൻ വേണ്ടി പറയുക. പ്രിയപ്പെട്ടവരെ, അന്ന് കരഞ്ഞപ്പോഴും, അന്ന് വിതുമ്പിയപ്പോഴും, അന്ന് പ്രജ്ഞയറ്റപ്പോഴും, അന്ന് വിശ്വാസം കരിയില പോലെ പറന്നു പോയപ്പോഴും, പിടിച്ചു രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാത്ത വർഷങ്ങൾ എൻ്റെ പൗരോഹിത്യം ഉലഞ്ഞപ്പോഴും, ഞാൻ എൻ്റെ കർത്താവിൽ അമ്മ മറിയം വഴി വിശ്വസിക്കാനും ആശ്രയിക്കാനും പണിപ്പെട്ടപ്പോൾ 99 മുതൽ മനസ്സിൽ സൂക്ഷിച്ച ഒരു മധുര സ്വപ്നം, കർത്താവേ, സാത്താൻ സേവകരുടെ കുത്താട്ടമായ മറൈൻ ഡ്രൈവിൽ നിന്നെ പ്രഘോഷിക്കുവാൻ ഈ ഉള്ളവനെ ഒരുക്കണമേ. നടക്കാത്ത സ്വപ്നം പോലെ കാത്തു സൂക്ഷിച്ച ആ സ്വപ്നം സഭയുടെ ഔദ്യോഗികമായ അംഗീകാരത്തോടെ കർദിനാളിന്റെ മുമ്പിലിരുന്ന് 14 മെത്രാന്മാരുടെ മുമ്പിൽ ഏതാണ്ട് 12,000 പേർക്ക് വേണ്ടി ജീസസ് ദ സേവിയർ എന്ന പ്രോഗ്രാമായി കഴിഞ്ഞ ജാനുവരി 15 അവതരിപ്പിക്കാൻ മറിയം വഴി കർത്താവ് ഒരുക്കി. അതുകൊണ്ടാ നമുക്കിങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയും, എന്നെ ശക്തിപ്പെടുത്തുന്ന അമ്മ വഴി എൻ്റെ കർത്താവിൽ എനിക്ക് എല്ലാം സാധ്യമാണ്. വലതുകരമൊന്ന് ഉയർത്തിപ്പിടിക്കാം, കണ്ണുകളൊന്ന് അടച്ചു പിടിക്കാം. ഓ സ്നേഹിത, നിന്റെ മിഴി നിറയാൻ കർത്താവ് ഒരിക്കൽ അനുവദിച്ചാൽ, ഓ മിത്രമേ, നിന്റെ മനം നിറയാൻ കർത്താവ് ഒരിക്കൽ അനുവദിച്ചാൽ, ഒട്ടുമേ വൈകാതെ ശിരസിന്റെ മീതെ, തെല്ലുമേ വൈകാതെ ശിരസിന്റെ മീതെ മഴവില്ലും കൂടി അവൻ നാട്ടി നിർത്തുമേ. നിന്റെ അന്തരംഗം സ്തുതി പാടിയിടുമേ. നിന്റെ അന്തരംഗം സ്തുതി പാടുവാൻ തക്കവിധം നിന്റെ കണ്ണിലെ കണ്ണീരിന്റെ മീതെ കർത്താവ് മഴവില്ലു നാട്ടുന്ന കാലം വരുന്നു. നിന്റെ ഭാരങ്ങൾക്ക് മീതെ കർത്താവ് പുതുവിഞ്ഞൊഴുക്കുന്ന നേരം വരുന്നു. നിന്റെ തകർച്ചകളുടെ ആകാശത്തിൽ കർത്താവ് നക്ഷത്രങ്ങൾ തൂക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനസ്സ് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, മൈ ഹാർട്ട് ലെഫ്റ്റ് ഇൻ ടു മൈ മൗത്ത്. വായിലേക്ക് വരട്ടെ ഹൃദയം, വായിലേക്ക് ഹൃദയം വരട്ടെ. നമുക്ക് ഉച്ച സ്വരത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശുശ്രൂഷ തീരുകയാണ് പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷ തീരുകയാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ ഒരു സംഭവമുണ്ട്. കെട്ടുകഥ പോലൊരു സംഭവം, കെട്ടുകഥ പോലൊരു സംഭവം. കെട്ടുപോകുന്ന വിളക്ക് പോലെ രാജാവ് തലതിരിച്ച് കിടക്കുന്നു. വീണുടയാൻ പോകുന്ന മൺകുടം പോലെ ഒരാൾ തലതിരിച്ച് കിടക്കുന്നു. മട്ടുപ്പാവിലാണെങ്കിലും കെട്ടുപോകാൻ പോകുന്ന വിളക്ക് പോലെ ഒരാൾ കിടക്കുന്നു. ആരായാൾ? അയാളെ വന്നൊരാൾ തട്ടിമുട്ടിപ്പൊക്കി, ഒരാൾ വന്ന് തട്ടിമുട്ടിപ്പൊക്കി. എണീറ്റ് നോക്കുമ്പോൾ 6 അടി പൊക്കമുള്ള യെശയ്യാ പ്രവാചകൻ നിൽക്കുന്നു. ആരായാൾ? ഹെസക്കിയ രാജാവ്. ഹെസക്കിയ രാജാവ് ദീനം പിടിപെട്ട് കിടക്കുമ്പം യെശയ്യാ നടന്നങ്ങോട്ട് വന്നു. ഓ, എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തുമായിരിക്കും, ഹല്ലേലൂയ എന്നും പറഞ്ഞ് രാജാവ് ഇരുന്നപ്പം യെശയ്യാ മുഖത്ത് നോക്കി പറഞ്ഞു, താൻ ചത്തുപോകോടോ, ദിവസങ്ങൾക്കുള്ളിൽ കാഞ്ഞു പോകും. ഉള്ള ശ്വാസം കൂടി അറ്റുപോയി. രാജാവ് ഭിത്തിക്ക് നേരെ തിരിഞ്ഞ് ചങ്കുകൊണ്ട് നിലവിളിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് ഈ ഗതി? ആ കരച്ചിലിന്റെ ആഴങ്ങൾ അങ്ങ് സ്വർഗത്തെ പോയി തൊട്ടു. അപ്പൊ യെശയ്യാ പ്രവാചകൻ തിരിച്ചു വന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് പുതച്ച് കിടന്നുറങ്ങാൻ പോയപ്പോ കർത്താവ് വീണ്ടും വന്ന് വാതിൽക്ക് മുട്ടി. യെശയ്യാ ഒന്നോടെ പുറത്തോട്ട് വാ, വടിയെടുക്ക്, ചെരുപ്പെടുക്ക്, വീണ്ടും പോ. എവിടേക്ക് കർത്താവേ? മട്ടുപ്പാവിലേക്ക്. ഏത് മട്ടുപ്പാവിലേക്ക്? ഏത് രാജാവിന്റെ? ഹെസക്കിയയുടെ തന്നെ മട്ടുപ്പാവിലേക്ക്. യെശയ്യാ പറഞ്ഞു, എന്റെ കർത്താവ്, ഇനി ഞാൻ 2ാമത് പോകേണ്ട ആവശ്യമില്ല. എന്റെ ആദ്യത്തെ പറച്ചിൽ കൊണ്ട് തന്നെ പാതി അയാളുടെ ജീവൻ പോയി കഴിഞ്ഞ് വൈകാതെ ചത്തുകൊള്ളും. അപ്പൊ ദൈവം പറഞ്ഞു, ജീവനെടുക്കാനല്ല,
ജീവൻ കൊടുക്കാൻ പോകണം. യെശയ്യാ പറഞ്ഞു, ഇതെന്തൊരു കൂത്ത്, ഞാൻ അങ്ങോട്ട് പോയിട്ട് വന്നതല്ലേ ഉള്ളൂ. ദൈവം പറഞ്ഞു, പോ, ചെരുപ്പെടുക്ക്, വടിയെടുത്ത് പോ. ആകാശം പോലെ മുട്ടുന്ന പൊക്കവുമായി പ്രവാചകൻ ഒരിക്കൽ കൂടി മട്ടുപ്പാവിൽ കയറി ചെന്നു, നിഴലടിച്ചു. രാജാവ് മെല്ലെ മുഖം തിരിച്ചപ്പം വീണ്ടും വരുന്നു യെശയ്യാ പ്രവാചകൻ. അദ്ദേഹം അടുത്തിരുന്നിട്ട് പറഞ്ഞു, രാജാവേ, നീ ജീവിക്കും. രാജാവ് പല്ലിടിച്ച്, കാരണം അല്പം മുമ്പ് ഇയാൾ ചത്തുപോകുമെന്ന് പറഞ്ഞു ഉള്ള ജീവനോട് എടുത്തുകൊണ്ട് പോയതേ ഉള്ളൂ. ഇപ്പൊ വന്നിട്ട് പറഞ്ഞു, ജീവിക്കും. 3 ദിവസങ്ങൾക്കുള്ളിൽ നീ ദൈവത്തിന്റെ ആലയത്തിൽ നെടുന്തൂണ് പോലെ വന്നു നിൽക്കും. 3 ദിവസത്തിനുള്ളിൽ ദൈവത്തിന്റെ ആലയത്തിന്റെ ഉള്ളിൽ നെടുന്തൂണ് പോലെ വന്നു നിൽക്കും. യെശയ്യാ പറഞ്ഞു, ഉള്ളതാ, നടന്നതാ, എന്റെ ഉള്ള കാറ്റും കൂടെ അങ്ങ് എടുത്തോതേ, ചാകാറായി. ഊർദ്ധവായും വലിച്ച് ചക്രശ്വാസം വലിച്ച് കിടക്കുന്ന എന്നെ അങ്ങ് എടുത്താട്ടെ. അപ്പോൾ യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ ചുറ്റും നോക്കി. രാജാവ് ഇയാൾക്ക് ഇതെന്ത് പറ്റി? അയാൾ ഇങ്ങനെ ചുറ്റും നോക്കിയിട്ട് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് അലറി. അപ്പോ രാജാവ് അങ്ങോട്ടേക്ക് നോക്കി. രാജാവിനോട് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, കണ്ടോ, ചുമരിൽ കൊളുത്തിയിട്ടിരിക്കുന്ന സൂര്യഘടികാരം, നിഴൽ വീഴുന്ന സൂര്യഘടികാരം, സൂര്യന്റെ നിഴൽ കൊണ്ട് നിഴൽ വീണ് നിഴലിന്റെ ചലനം വഴി സമയമളക്കുന്ന സൂര്യഘടികാരം. അതിൽ ഇങ്ങനെ നിഴൽ മെല്ലെ പോകുന്നതനുസരിച്ചാ പണ്ട് സമയമളക്കുന്നത്. അപ്പോ രാജാവിനോട് പ്രവാചകൻ ചോദിച്ചു, അല്ലയോ മഹാരാജാവേ, ഈ നിഴൽ നിനക്ക് വേണ്ടി ഒരു ഈ നിഴലിൽ, ഈ സൂര്യഘടികാരത്തിൽ ഒരു അടയാളം ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നീ പറഞ്ഞാൽ നീ വീണ്ടും ജീവിക്കുമെന്നതിന്റെ നാന്ദിയായി ഈ നിഴൽ ഒന്നുകിൽ 10 അടി മുന്നോട്ട് ചാടും, അല്ലെങ്കിൽ 10 അടി പുറകോട്ട് പോകും. രാജാവ് പറഞ്ഞു, പിന്നെ ഇതെന്നാ പടക്കുതിരയല്ലേ, നിഴല് ചാടി പോകാൻ? കണ്ണ് തുറന്നിങ്ങനെ കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്നാലും അണുവിട ചലിക്കുന്നത് കാണാൻ പറ്റത്തില്ല നിഴൽ. അതാ നിഴലിന്റെ സ്ഥിതി. പിന്നല്ലേ നീ പറയുന്ന പോലെ മുന്നോട്ട് ചാടാൻ? പിന്നെ മുന്നോട്ടാണല്ലോ പോകുന്നത്. അത് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ സഞ്ചരിക്കുന്നത് മുന്നോട്ടാണ്. പിന്നോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെയെങ്കിൽ നെടുന്തൂണ് പോലെ ഞാൻ തിരിച്ചു വരുമെങ്കിൽ, എന്റെ ജീവിതത്തിന്റെ പ്രജ്ഞ അറ്റിട്ടില്ലെങ്കിൽ, ദൈവം കർത്താവാണെന്ന് തിരിച്ചറിയുവാൻ ഈ നിഴൽ 10 അടി പുറകോട്ട് പോകട്ടെ എന്ന് പറഞ്ഞ് നാവെടുക്കും മുമ്പ് പച്ചക്കുതിര ചാടുന്നത് പോലെ നിഴല് 10 ചുവട് പുറകോട്ട് പോയി. ഹല്ലേലൂയ. അയാൾ നെടുന്തൂണ് പോലെ എണീറ്റും വന്നു. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. വാത്സല്യമുള്ളവരെ, എന്റെ നേരെ നിഴല് വരുത്തുന്ന ചില നിഴലുകൾ, ഓർമ്മകളുടെ നിഴലുകൾ, ചില പാപങ്ങളുടെ നിഴലുകൾ, ചില പ്രശ്നങ്ങളുടെ നിഴലുകൾ, എന്റെ ശിരസിൽ കരിനിഴൽ പരത്തുന്ന ചില മഹാനിഴലുകൾ, അത് പിന്നോട്ട് പോകും. ക്രിസ്തു മുഖാന്തരം ഞാൻ മുന്നോട്ട് തന്നെ കുതിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശിരസിലും ജീവിതത്തിലും നിഴൽ പരത്തുന്ന ചില സംഭവങ്ങൾ, വ്യക്തികൾ, കടങ്ങൾ, ബാധ്യതകൾ, നിങ്ങളുടെ ശിരസിൽ നിഴലുകൾ പരത്തുന്ന ചില പഴയ സംഭവങ്ങൾ, ചില രഹസ്യ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിങ്ങനെ നിഴൽ പരത്തിക്കൊണ്ടിരിക്കുകയാ. നിഴലുകൾ പിന്നോട്ട് പോകും. മിശിഹായാണേ, നീ മുന്നോട്ടേക്ക് വരും. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജനം പറഞ്ഞത്, അയ്യോ, ഇതുവരെ ഈ മധുര വീഞ്ഞ് നീ സൂക്ഷിച്ചു വെച്ചിരുന്നല്ലോ. നമുക്ക് എണീറ്റ് നിൽക്കാം. വാത്സല്യമുള്ളവരെ, ഈ രാത്രിയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. ഈ രാത്രിയിൽ ഒറ്റയ്ക്കാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഷ്ടം. അമ്മ മറിയത്തിന്റെ കൂടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കണ്ണിന്റെ മുമ്പിൽ ഇന്ന് വരെ കണ്ടിട്ടും തിരുത്താനാവാത്ത ചില കുറവുകൾ ദൈവം തിരുത്തുവാൻ നമുക്ക് കൃപ തരും. വർഷങ്ങളായി കൂടെ ഇരുന്ന ചില നിഴലുകൾ, ചില കരിക്കട്ടങ്ങൾ, അറിയാം, നല്ല അറിവുണ്ടായിട്ടും ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാഞ്ഞ ചില കുറവുകൾ തിരുത്താനുള്ള ഭാഗ്യം ഇന്ന് കർത്താവ് എനിക്ക് തരും. 2, ഉപേക്ഷിക്കപ്പെട്ട എന്റെ ജീവിതത്തിൽ ബല ഇന്ന് ലഭിക്കും. ഞാൻ സൗഖ്യം പ്രാപിക്കും. മത്സരമുള്ളവരെ, ഇന്നലെ ഇന്നും പോലെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം രാവും പകലും പോലെ പ്രകടമായ ചില വ്യത്യാസങ്ങൾ മറിയം മുഖാന്തരം പ്രാപിക്കും. നിഴലുകൾ പിന്നോട്ട് പോകും. എന്റെ ശിരസിലും ആത്മാവിലും നിഴല് പരത്തിയ ചില വ്യക്തികൾ, പേടികൾ, ഭയങ്ങൾ, കെടുതികൾ, ആദികൾ, വ്യാധികൾ, നിഴലുകൾ പിന്നോട്ട് പോകും. ഒരു വിരിപ്പ് ചുരുണ്ടു പോകും പോലെ, മലമടക്കുകൾ അഴിഞ്ഞു പോകും പോലെ പ്രിയപ്പെട്ടവരെ, യെശയ്യായുടെ പുസ്തകം 45-ാം അധ്യായം 2-3 വാക്യങ്ങൾ, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകളെ ഇടിച്ച് നിരപ്പാക്കും, ഞാൻ ഓടാമ്പലുകളെ ഒടിക്കും, ഇരുമ്പ് സാക്ഷികൾ തകർക്കും, അന്ധകാരത്തിലെ നിധിയും രഹസ്യ നിധിശേഖരവും ഞാൻ നിനക്ക് തരും. നീ പ്രാപിക്കേണ്ട നിധി കർത്താവിന് വെളിച്ചം തരും.
അന്ധകാരത്തിലെ നിധികളും രഹസ്യ നിക്ഷേപങ്ങളും നിങ്ങളുടെ മേലെ എന്റെ മേലെ മഴ പോലെ ഈ ആരാധന ശുശ്രൂഷയിലും സാക്ഷ്യ ശുശ്രൂഷയിലും ചൊരിയും. രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിനെ ഉറക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിശ്വസിക്കാം: കർത്താവ് എന്റെ ജീവിതത്തിന്റെ കൽഭരണിയെ സത്യമായി വീഞ്ഞുകുടമാക്കും. ഞാനത് കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, എന്റെ കുഞ്ഞു ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. 4 വർഷങ്ങൾക്ക് ശേഷം ഒരു ഏപ്രിൽ അവിടുത്തെ മഹത്വത്തിൽ സ്തുതിക്കാൻ കർത്താവ് കണ്ണീരിന്റെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്നും എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയ കർത്താവ് ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെരുമഴ പെയ്തിറങ്ങിയ എന്റെ സങ്കല്പങ്ങൾ മുഴുവൻ നനഞ്ഞ് നീറിക്കിടന്നപ്പോഴും എന്റെ തലയ്ക്ക് മുകളിൽ 2 മഴവില്ല് ജീവിതത്തിൽ ആദ്യമായി നാട്ടിയ സർവശക്തൻ അവിടുന്ന് വീണ്ടും ഉയർത്തുന്നു. കൽഭരണിയെ വീഞ്ഞുകുടമാക്കി മാറ്റി. നാട്ടും തുപ്പും ഏറ്റുകഴിഞ്ഞവരെ, മാറ്റി നിർത്തപ്പെട്ടവരെ, ചതഞ്ഞവരെ, തളർന്നവരെ ചതഞ്ഞ ഞാങ്ങനെ അവൻ ഒടിക്കുകയില്ല, മങ്ങിയ തിരി അവൻ കെടുത്തുകയില്ല. യെശയ്യാ 43-ാം അധ്യായം. അവിടുന്ന് ചതഞ്ഞതിനെ അവനെ അവിടുന്ന് ഉടച്ച് വെളിച്ച് കളയുകയില്ല. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം, അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം. 2 കരങ്ങളും ഉയർത്തി പറവ പോലെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
എരിയുന്ന തിരിയുള്ള കരം ഉയർത്തിപ്പിടിച്ച് ആകാശങ്ങളുടെയും ഭൂമിയുടെയും നാഥനിത ഒരു ചെറിയ അപ്പത്തിലൂടെ എഴുന്നള്ളിരിക്കുന്നു എന്ന് സത്യമായി വിശ്വസിക്കുന്നവരെ, മനസ്സിലുള്ളവരെ നമുക്കൊരു സഭയായിട്ട് വളരെ കരം ഉയർത്തി എരിയുന്ന തിരി നമ്മുടെ കൈവെള്ളയുടെ ഉള്ളിൽ വെച്ച് ഉയരുള്ള മനസ്സോടുകൂടി ഉറക്ക ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളൊന്ന് വീശി ആരാധിക്കാം. നമ്മുടെ കയ്യിൽ ആ തിരികളിരിക്കട്ടെ. കർത്താവേ, എന്റെ ഹൃദയത്തിലേക്ക് അവിടുത്തെ പരിശുദ്ധിയുടെ വെട്ടം അയക്കണമേ. അവിടുത്തെ പരിശുദ്ധിയുടെ വെട്ടം ഈ ഉള്ളവന്റെ ഹൃദയത്തിലേക്ക് അയക്കണമേ. ഞാൻ അനാഥനായി പോകാൻ ഇടവരരുതേ. മനസ്സിലുള്ളവരെ കരങ്ങൾ മെല്ലെ ചലിപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരിയുള്ള കരം വീശി നമുക്ക് ദൈവത്തിക്കാം. ആമേൻ, ആമേൻ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും ഒരിക്കൽ കൂടി നമ്മുടെ കയ്യിലെ തിരി ഊതിക്കെടുത്താം. എന്നിട്ട് നമുക്കൊരു നിമിഷം ആവതുള്ളവരെല്ലാവരും ചേർന്ന്, ആരോഗ്യമുള്ളവരൊക്കെ ചേർന്ന് മുട്ടുകുത്തി അണ്ടുമുട്ടി നിൽക്കട്ടെ. ബാക്കിയുള്ളവർ സ്വസ്ഥമായിട്ടിരിക്കാം. ആർക്കൊക്കെ മുട്ടുകുത്താൻ അവസരവും ആരോഗ്യമുണ്ടോ അവർ ദൈവത്തിന്റെ മുന്നിൽ മുട്ടുകുത്തട്ടെ. വിദൂരങ്ങളിലായിരിക്കുന്നവരെ ഈ സമയം പരിശുദ്ധ കുർബാനയുടെ ശക്തിക്ക് ഒരു പരിധിയില്ല എന്ന കാരണത്താൽ നിങ്ങളും നിങ്ങളുടെ ടിവിക്ക് മുമ്പിലും മുട്ടുകുത്തുവിൻ. നമ്മുടെ ദൈവം അജയ്യനാണ്, അതിശക്തനാണ്, ദേവന്മാരെക്കാൾ സമുന്നതനാണ്. ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിൽ രക്ഷയ്ക്ക് വേണ്ടി ഒരൊറ്റ നാമവും വേറെ നൽകപ്പെട്ടിട്ടില്ല. അതിനാൽ തിരികെടുത്തി സാധ്യതയുള്ളവരൊക്കെ മുട്ടുകുത്തട്ടെ. രണ്ട് കരങ്ങളും കർത്താവിലേക്ക് നീട്ടിപ്പിടിക്കട്ടെ. നമ്മുടെ രക്ഷയുടെ ഏക വഴി ഇതാ നമ്മുടെ കൺമുമ്പിൽ. നമ്മുടെ രക്ഷയുടെ വാതായനം ഇതാ തുറക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ രക്ഷയുടെ വാതായനം തുറക്കപ്പെട്ടിരിക്കുന്നു. എഴുന്നള്ളുന്നു രാജാവ്, എഴുന്നള്ളുന്നു. രാജാക്കന്മാരുടെ രാജാവും നേതാക്കന്മാരുടെ നേതാവുമായവനെ നീ എഴുന്നള്ളുക, എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളുക. ഇത് വെറും ഒരു സന്തോഷ നിർഭരമായ നിമിഷം മാത്രമല്ല, ഇത് രക്ഷയുടെ യഥാർത്ഥ യാമമാണ്. രണ്ട് കരങ്ങളും നീട്ടിപ്പിടിച്ചിട്ട് രാജാക്കന്മാരുടെ രാജാവേ, എന്റെ രാജ്യം വരണമേ. ആ പഴയ പാട്ടിന്റെ 4 വരി എല്ലാവരും ചേരട്ടെ. ദൂരത്തിരിക്കുന്നവരെ പാട്ട് ഉറക്കെ പാടി ആരാധിക്കുവാൻ. രാജാക്കന്മാരുടെ രാജാവേ, എന്റെ ഹൃദയത്തിന്റെയും എന്റെ സ്വപ്നങ്ങളുടെയും എന്റെ ജീവിതത്തിന്റെയും ഭാഗ്യങ്ങളുടെയും ഭാഗ്യദോഷങ്ങളുടെയും അധിനാഥ രാജാക്കന്മാരുടെ രാജാവേ, എന്റെ നാമം പുലരണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ അഭീഷ്ടം നിറവേറണമേ. എല്ലാവർക്കും ചേർന്ന് പാടാം. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. ഞാനും എന്റെ കുടുംബവും യഹോവയെ പാടി സ്തുതിക്കും. ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ അഹന്തയും അടിയറവ് വെച്ചിട്ട് കർത്താവെ ആരാധിക്കുന്നു. ഞങ്ങളുടെ മേന്മയിലോ കഴിവിലോ ശക്തിയിലോ പ്രാഗൽഭ്യത്തിലോ സ്വാധീനത്തിലോ ഞങ്ങൾ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പറിച്ചെറിഞ്ഞിട്ട് ഇലകൊഴിഞ്ഞ ഒരു മരം പോലെ, ഉടുതുണിയില്ലാത്തൊരു കുഞ്ഞിനെ പോലെ കർത്താവെ, എന്നെ ഞാൻ അങ്ങയുടെ മുമ്പിൽ വെക്കുന്നു. നീ കച്ചിയിൽ പിറന്നവനാണല്ലോ. കച്ചിയിൽ പിറന്ന കർത്താവെ, കച്ചയില്ലാത്ത ഒരു കുഞ്ഞു പോലെ ഒന്നും ഉടുക്കാനും മറയ്ക്കാനുമില്ലാതെ ഞാനും എന്റെ കുടുംബവും അങ്ങേ ആരാധിക്കുന്നു.
ഓർത്താൽ ഒരുപാട് ആധിയും വ്യാധിയും എന്റെ ഹൃദയത്തിലുണ്ട്. എന്റെ കോൺഗ്രിഗേഷൻ എങ്ങനെയാകും, എന്റെ സഭ എങ്ങനെയാകും, എന്റെ അതിരൂപത എങ്ങനെയാകും, എന്റെ കുടുംബം, എന്റെ പ്രസ്ഥാനം, എന്റെ വീട് കൂട്ടായ്മ എങ്ങനെയാകും ആധിയും വ്യാധിയും മഴമേഘം പോലെ ഇതാ എന്റെ മനസ്സിൽ കൂടുകെട്ടുന്നെങ്കിലും കച്ചിയിൽ പിറന്നവനെ കച്ചയില്ലാത്തവരെ പോലെ ഞങ്ങളും അങ്ങേ ആരാധിക്കുന്നു. ഒന്നും മറയ്ക്കാതെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. എല്ലാവരും ചേരട്ടെ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, മത്സരമുള്ളവരെ, നിങ്ങൾക്ക് നിങ്ങളെ മുട്ടുകുത്തി നിൽക്കുന്നിടത്ത് നിങ്ങൾക്ക് കുമ്പിടാൻ സ്ഥലമുണ്ടെങ്കിൽ ഒന്ന് ശിരസ് കുമ്പിടുക, മടിക്കണ്ട. അഥവാ നിങ്ങൾക്ക് ശിരസ് കുമ്പിടുവാൻ സ്ഥലമില്ലെങ്കിൽ ശിരസ് കുനിച്ച് പിടിക്കുക. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് കസേരയിൽ നിന്ന് മാറി നിലത്തേക്ക് നിരിക്കുക. നമുക്ക് നിലത്ത് നിന്ന് പഠിക്കാം. കർത്താവ് അങ്ങനെ താങ്ങുന്നില്ലെങ്കിൽ ഞാൻ പണ്ടേ തളർന്നു പോകേണ്ട, താറുമാറായി പോകേണ്ട ഒരു വ്യക്തിത്വമായിരുന്നു. നീ എന്നെ താങ്ങിയത് കൊണ്ട് മാത്രം ഞാൻ നിൽക്കുന്നു. ആ ഓർമ്മ എന്നെ നിലത്ത് നിർത്തട്ടെ. എന്നും ആകാശത്തിരുന്നവരെ നിലത്തേക്കൊന്ന് നിൽക്കാം, ഒന്ന് നിലത്തൊന്ന് മുട്ടുകുത്താം. അവന്റെ കണ്ണീരും രക്തവും വീണ മണ്ണിലൊന്ന് ചുംബിക്കാം. ഇത് രക്ഷയുടെ നിമിഷമാണ്. ഇപ്പോൾ നമ്മുടെ രോമകോപങ്ങളിലും പേശികളിലും നാഡീഞരമ്പുകളിലും കോശങ്ങളിലും തലച്ചോറിന്റെ തന്തുക്കളിലുമെല്ലാം ദൈവത്തിന്റെ ശക്തി അഗ്നി പോലെയും മിന്നൽ പോലെയും പ്രവേശിക്കട്ടെ. നിങ്ങൾക്ക് അവിടെ കുമ്പിടുവാൻ സ്ഥലമുണ്ടെങ്കിൽ ഒന്ന് കുമ്പിടാം. നിലം കുമ്പിട്ട് നമുക്ക് നിൽക്കാം. അവൻ അത്യുന്നതൻ. ഇടിമുഴക്കത്തിന്റെ ശബ്ദം പോലെയും പെരുവെള്ളത്തിന്റെ ഇരമ്പൽ പോലെയും അവിടുന്ന് തന്നെ കടന്നു പോകുന്നു. പെസഹ അവിടുന്ന് കടന്നു പോകുന്നു. കുഞ്ഞാടിന്റെ രക്തമുദ്ര വധിച്ച എന്റെ നെറ്റിത്തടത്തിൽ അവിടുന്ന് വീണ്ടും അഭിഷേകം വഹിക്കുന്നു. എന്തെന്നാൽ എന്റെ നെറ്റിയിൽ കുഞ്ഞാടിന്റെ ശുഭമുദ്രയുണ്ട്. ഞാൻ ആനന്ദിച്ച് ആർത്തട്ടഹസിച്ച് യഹോവയ്ക്ക് ആർപ്പിട്ട വ്യക്തിത്വമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കടന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കൊന്ന് ശാന്തമാകാം. മുട്ടുകുത്തി അവിടെ ആ കിടപ്പിൽ കിടന്നുകൊണ്ട് പറയാം, കർത്താവേ, നീ താങ്ങുന്നില്ലെങ്കിൽ എന്റെ ആയുഷ് ഇത്ര മാത്രം. സങ്കീർത്തനം 71:14. എങ്കിലും ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും. ഞാൻ സർവദാ പ്രത്യാശയുള്ളവനായിരിക്കും. ഞാൻ സർവദാ പ്രത്യാശയുള്ളവനായിരിക്കും. നാഹും പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ അവിടുന്ന് എനിക്ക് ഉറപ്പ് തരുന്നു, മനുഷ്യ മകനെ, നിന്റെ ശത്രുക്കൾ എണ്ണത്തിലും ശക്തിയിലും എത്ര വലിയവരാണെങ്കിലും അവര് വിച്ഛേദിക്കപ്പെട്ട് ഇല്ലാതെയാകും. ഞാൻ കർത്താവാണ്. ഞാൻ ആശ്രയിച്ചിട്ടിന്നോളം എന്നേശു എന്നെ കൈവിട്ടകന്നു മാറിയില്ല. മനം വാടിടുമ്പോൾ, ഉള്ളം തേങ്ങിടുമ്പോൾ എന്നെ വിട്ടകന്നു പോയതില്ല. ഞാൻ ആശ്രയിച്ചിട്ട് ഇന്നുവരെ കർത്താവ് എന്നെ കൈവിട്ടിട്ട് കൈയൊഴിഞ്ഞ് ദൂരെ പോയി, എന്റെ കയ്യിൽ അത്ഭുതം ബാക്കിയില്ല, നാളെ വാ എന്ന് പറഞ്ഞ് എന്നെ മടക്കി അയച്ചിട്ടില്ല. ഞാൻ ആശ്രയിച്ചിട്ടിന്നോളം എന്നേശു എന്നെ കൈവിട്ടകന്നു മാറിയില്ല. മനവാടിയപ്പോൾ, ഉള്ളം നീറിയപ്പോൾ കൈവിട്ടകന്നു മാറിയില്ല. അതിനാൽ കർത്താവേ, 10 കമ്പിയുള്ള വീണമീട്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. നിന്റെ വസ്ത്രാഞ്ചലം ഇഴയുന്ന ഈ ദേവാലയത്തിൽ ഞാനിതാ നിന്റെ ശുഭമുദ്ര പതിഞ്ഞ പാദത്തിന്റെ സ്പർശമേറ്റ ഈ തറയിൽ മുട്ടുകുത്തി നിന്നെ ആരാധിക്കുന്നു. ഞാൻ നിസാരപ്പെട്ടവനാണ് കർത്താവേ, ഞാൻ നിസാരപ്പെട്ടവനാണ് ദൈവമേ. നമ്മെപ്പോലെ ഒരു രാത്രിയിൽ യെശയ്യാ പ്രവാചകൻ ഈ കിടപ്പ് കിടന്നിട്ടുണ്ട്. ദേവാലയത്തിൽ ഒറ്റയ്ക്ക് പ്രവേശിച്ച് നിലം മുട്ടെ അദ്ദേഹം മുത്തിയപ്പം, അയ്യോ, മുഖത്തിന്റെ മുമ്പിൽ മൂക്കിന് താഴെ എന്തോ ഇഴയുന്നത് കണ്ട് ഞെട്ടി എണീറ്റ് നോക്കിയപ്പോൾ ദൈവപിതാവിന്റെ വസ്ത്രാഞ്ചലം ദേവാലയത്തിൽ ഇഴയുന്നു. വലിയ സന്തോഷത്തോടെ അതിൽ മുത്തിക്കിടന്ന് ദൈവത്തെ സ്തുതിക്കുന്ന സമയത്ത് ഒരു ഉൾക്കാഴ്ച കൊണ്ട് അയാൾ വലഞ്ഞു. ദൈവമേ, ഞാൻ അശുദ്ധനാണ്.
എന്നയാൾ ഉറക്കെ നിലവിളിച്ച് ദൈവമേ നീ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തപ്പോൾ സ്വർഗത്തിൽ നിന്നും ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഓടിപ്പറന്നൊരു പറവ പോലെ ഒരു മാലാഖ വന്ന് മറച്ചു വെച്ച കുടിലിൽ നിന്നും കനകമാണിക്യം പോലെ മിന്നുന്ന ഒരു കനകത്തിക്കട്ട കൊണ്ട് യെശയ്യാ പ്രവാചകന്റെ അശുദ്ധിയുടെ നടുക്ക് കൊണ്ടിട്ടു. അത്ഭുതം! പറക്കുന്ന ആ തീക്കട്ട യെശയ്യായെ പറക്കുന്ന പറവയാക്കി മാറ്റി. കർത്താവേ, ഇതാ നിന്റെ മക്കൾ. സ്വർണ്ണ അരുളിക്കയിൽ നിന്ന് നിന്റെ തീക്കട്ട പറന്നു വരട്ടെ, തീക്കട്ട പറന്നു വരട്ടെ. നമുക്ക് വീണ്ടും മുട്ടുകുത്താം പ്രിയപ്പെട്ടവരെ. രണ്ട് കരങ്ങളും കർത്താവിലേക്ക് നീട്ടാം. അവന്റെ തീക്കട്ട സ്വർണത്തിന്റെ കൂട് വിട്ട് പറന്ന് എന്റെ നെഞ്ചകത്ത് വന്ന് കൂടുകൂട്ടും. അവൻ എന്നെ സ്വന്തമാക്കും. ആകാശത്തുനിന്ന് അവിടുന്ന് സ്വപ്നം കണ്ട് കൊതിച്ചതാണ് എന്റെ ഹൃദയത്തിന്റെ മൺവയൽ. അതുകൊണ്ട് അവൻ എന്നെ സ്വന്തമാക്കിയിരിക്കും. കെരൂബുകളെയും മാലാഖമാരെയും മിഖായേലിനെയും സാക്ഷി നിർത്തി സ്വർഗം എന്റെ ചങ്കിലേക്ക് ഇറങ്ങി വരുന്നു. സ്വർണ്ണ അരുളിക്കയുടെ കൂട് പൊട്ടിച്ചിട്ട് അവിടുത്തെ വിശുദ്ധ സ്നേഹത്തിന്റെ ചൈതന്യം, നിത്യജീവന്റെ അപ്പം പറന്നൊരു കനകമാണിക്ക് തീക്കട്ട പോലെ അവിടുന്ന് എന്നെയും അനേകരെയും ലോകത്തെ മുഴുവനെയും ഗ്രസിക്കുകയും തൊടുകയും സ്പർശിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നു. രണ്ട് കരങ്ങളും അവിടത്തേക്ക് നീട്ടി സൗഖ്യവും കരുതലും നമ്മിലേക്ക് മഴ പോലെ ചൊരിയുന്ന ദൈവത്തെ ആർത്തട്ടഹസിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്ര സന്തോഷത്തോടെ സ്തുതിക്കാമോ അതുപോലെ സ്തുതിക്കും. വാ വാ യേശുനാഥ, എല്ലാവരും ചേരട്ടെ. വാ വാ ശ്രീനാഥ, ആയൻ ഹൃദയം തലമുറകൾ പാടിയ പാട്ടാണ്, ഉറക്കപ്പാടാം. വർഷങ്ങളായെന്നെ കെട്ടിയ പാശങ്ങളും പൊട്ടുന്നു നിൻ കൃപയാൽ. വാവാ സ്വരത്തോടെ കരഞ്ഞവരാണേ, വിതിമ്പിപ്പിടഞ്ഞവരാണേ, വിശ്വാസം മങ്ങി ഞാൻ മരിക്കുന്ന നേരത്തു നീ ദർശനം സൗഖ്യമായി. സാക്ഷ്യത്തിന്റെ സമയത്ത് നാം മനോഹരമായൊരു വചനം കേട്ടു. ഇതാ എന്റെ മുമ്പിൽ ഇനി ആർക്കും അടയ്ക്കുവാനാവാത്ത സ്വർഗവാതിൽ തുറന്നവൻ വച്ചിരിപ്പു, ആരുമിനി അതടയ്ക്കുകയില്ല. വാവാ
കടങ്ങളുള്ളവരെ, കടബാധ്യതകളുള്ളവരെ നമുക്ക് വിശ്വസിക്കാം സൗഖ്യം, നമുക്ക് വിശ്വസിക്കാം ഒരു സാക്ഷ്യപേടകം, ഒരുമിച്ച് വിശ്വസിക്കാം, സഭയായി വിശ്വസിക്കാം. അന്ധകാരത്തിലെ നിധികളും രഹസ്യനിധി ശേഖരങ്ങളും ദൈവമാം കർത്താവ് നിനക്കായി തുറന്നു നൽകും. നീ ദൈവത്തെ വാഴ്ത്തിപ്പാടും. വിശ്വസിക്കുക. രണ്ടു കരങ്ങളും ഉയർത്തിപ്പിടിക്കാം. ലോകം മുഴുവനിലേക്കും അവിടുത്തെ ശക്തി ഇറങ്ങട്ടെ. രഹസ്യരോഗങ്ങളും പരസ്യ പാപക്കെട്ടുകളും നിന്നാപമാനങ്ങളും മഴമേഘം പോലെ പോകും. നീ അവന്റെ നാമത്തിൽ എണീറ്റു നിൽക്കും. ഇത്രമേൽ വേഗതയിൽ പറക്കും അപ്പൂപ്പൻ താടി പോലെ ദൂരെ 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 പോയല്ലോ വൻഭാരങ്ങൾ എന്നു നീ അത്ഭുതപ്പെടും. വാ 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 യേശുനാഥ, വാ സ്നേഹനാഥ, ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാ യേശുനാഥ. യെശയ്യായുടെ പുസ്തകം 54:11 പീഡിപ്പിക്കപ്പെട്ടവരും മനസ്സുലഞ്ഞവളും ഒരു വിധത്തിലും ആശ്വാസം കിട്ടാത്തവരുമേ, ഞാൻ നിന്നെ ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ജനക്കല്ലുകൊണ്ട് പണിതുയർത്തും. ദൈവം പണിതുയർത്തുമ്പോൾ അതൊരു അത്ഭുതകരമായ സുന്ദരമായ കർമ്മവേലയായി മാറും. പീഡിപ്പിക്കപ്പെട്ടവരും മനസ്സുലഞ്ഞവളും ഒരു വിധത്തിലും ആശ്വാസം കിട്ടാത്തവരുമേ, മനുഷ്യരാൽ വഞ്ചിക്കപ്പെട്ടവരെ, മനുഷ്യരാൽ മാറ്റി നിർത്തപ്പെട്ടവരെ, മനുഷ്യൻ മാനിക്കാതെ പോയവരെ, ഞാൻ നിന്നെ ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ജനക്കല്ലുകൊണ്ട് പണിതുയർത്തും. നമുക്ക് എണീറ്റ് നിൽക്കാം. അതിനാൽ മാറിപ്പോയി എന്റെ ഭാരങ്ങൾ. വലിയ സന്തോഷത്തോടെ ആ 4 വരി പാട്ട് കരങ്ങളടിച്ച് പാടി അത്യുന്നതനായ സർവശക്തനെ നമുക്ക് ആരാധിക്കാം. എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട് എന്ന കാരണത്താൽ മാറിപ്പോയി, നീങ്ങിപ്പോയി, മാറിപ്പോയി, നീങ്ങിപ്പോയി ഞാൻ സ്വതന്ത്രനായി ഒരു മാൻപേടയെ പോലെ കുതിച്ചു ചാടും. എന്റെ കാലുകൾക്ക് കർത്താവ് കലമാനെ വെല്ലുന്ന വേഗത നൽകും. സന്തോഷത്തോടെ നൃത്തം ചവിട്ടി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. മാറിപ്പോയി. എന്റെ ഭാരങ്ങൾ മാറിപ്പോയി, എന്റെ ശാപങ്ങൾ സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോയി, എന്റെ ഭാരങ്ങൾ മാറിപ്പോയി, എന്റെ ശാപങ്ങൾ സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഒരിക്കൽ കൂടി പാടാം. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ
ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒറ്റ മനസ്സോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവന്റെ ദിവ്യകാരുണ്യത്തിന് തൊട്ടടുത്തിരുന്ന് നമ്മൾ അങ്ങനെ ആരാധിക്കുമ്പോൾ ദൂരത്ത് ഒരു അർഹതയുമില്ലാത്ത മനുഷ്യൻ ഇന്ന് രാത്രി സൗഖ്യപ്പെടും. ഈ ശുശ്രൂഷകളിലൂടെ ഒരു വിധത്തിൽ നമ്മൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാത്തവർക്ക് പോലും കർത്താവ് ദൂരവ്യാപകമായ സൗഖ്യം നൽകും. രണ്ട് കരങ്ങൾ ഉയർത്തി തൊട്ടടുത്തുള്ള ആളുടെ കരത്തിൽ ചേർത്ത് പിടിക്കാം. തൊട്ടടുത്തുള്ള ആളുടെ കരത്തിൽ ചേർത്ത് പിടിക്കുമ്പോൾ സഭയെയും ലോകത്തെയും ദ്രോഹികളെയും ചേർത്ത് പിടിക്കുകയാണ്. ക്ഷമിക്കുന്ന മനസ്സോടെ പാപികളെ ചേർത്ത് പിടിക്കുകയാണ്. രണ്ട് കരങ്ങളും ഉയർത്തി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആളുടെ കരത്തിൽ സന്തോഷത്തോടെ ചേർത്ത് പിടിക്കുക. അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മൾ ദൂരത്തുള്ള ഒരു പാപിയെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അകലെ നിൽക്കുന്ന ഒരു രോഗിക്ക് വേണ്ടി, ദ്രോഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കരങ്ങൾ ഉയർന്നത് ആകാശത്തിലേക്ക്, അത്യുന്നതന്റെ കരുണയ്ക്ക് മുമ്പിലേക്കാണ്. സഹോദരന്റെ കരത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് പറയാം ഹല്ലേലൂയ, ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. രണ്ട് കരങ്ങളും ചേർത്ത് പിടിച്ച് നമുക്ക് എല്ലാവർക്കും ചേർന്ന് നൃത്തമാടി പാടാം. വലത്തോട്ട് ഇടത്തോട്ട് മാടി അത്യുന്നതനെ ആരാധിക്കാം. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. എല്ലാവരും ചേരട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ പാടിടും, സർവശക്തനായവനെ. എല്ലാവരും ചേരട്ടെ. ഹല്ലേലൂയ, ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ പാടിടും, സർവശക്തനായവനെ. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ, മാറിപ്പോയി എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ, സന്തോഷത്തോടെ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ, മാറിപ്പോയി എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ, കരങ്ങളടിച്ച് പാടാം. ആമേൻ. കരങ്ങളടിച്ച് നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ, മാറിപ്പോയി എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ പാടിടും, സർവശക്തനായവനെ. ഹല്ലേലൂയ, ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ പാടിടും, സർവശക്തനായവനെ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. മനസ്സിൽ ദൈവം തരുന്ന വിശുദ്ധമായ വിചാരങ്ങളെ സ്വന്തമായിക്കോട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. നിന്നുകൊണ്ട് കരങ്ങൾ കൂപ്പി ശിരസ് കുനിച്ച് പിടിക്കാം. കർത്താവേ, അങ്ങന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്നത് മാത്രമല്ല, എനിക്കെല്ലാം ഉണ്ട്. എന്തെന്നാൽ നീയാണ് എന്റെ ദൈവം. നീയാണ് എന്റെ ദൈവമെന്ന കാരണത്താൽ എനിക്ക് കുറവുണ്ടാവുകയില്ലെന്ന് മാത്രമല്ല, എനിക്കെല്ലാം ഉണ്ട്. ശിരസ് കുനിച്ചു പിടിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ വചനം ആവർത്തിച്ച് പറയാം. ഉള്ളാലെ തുളുമ്പുന്ന സന്തോഷത്തോടെ പറയാം. മെല്ലെ പ്രാവ് കുറുകുന്നത് പോലെ സ്വന്തം നെഞ്ചത്ത് കൈവച്ചിട്ട് പറയട്ടെ, കർത്താവ് എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അല്ല, മാറ്റി പറയാം, കർത്താവ് എന്റെ ഇടയനാകുന്നു, എനിക്കെല്ലാം ഉണ്ട്. കർത്താവ് എന്റെ ഇടയനാകുന്നു, എനിക്കെല്ലാം ഉണ്ട്. കർത്താവ് എന്റെ ഇടയനാകുന്നു, എനിക്കെല്ലാം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, സ്വന്തം ഹൃദയത്തിനോടും ആത്മാവിനോടും നമുക്ക് ആവർത്തിച്ച് പറയാം, കർത്താവ് എന്റെ ഇടയനാകുന്നു, എനിക്കെല്ലാം ഉണ്ട്, എനിക്കെല്ലാം ഉണ്ട്. ആവർത്തിച്ച് പറയാം. എല്ലാവരും പറയട്ടെ, കർത്താവ് എന്റെ ഇടയനാകുന്നു, എനിക്കെല്ലാം ഉണ്ട്, എനിക്കെല്ലാം ഉണ്ട്. സമ്പത്തുണ്ട്, ഭാഗ്യമുണ്ട്, നേട്ടമുണ്ട്, നന്മയുണ്ട്. കർത്താവ് എന്റെ ഇടയനാകുന്നു, എനിക്കെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, എനിക്കെല്ലാം ഉണ്ട്. ശാന്തമായി അവിടുത്തെ ആരാധിക്കാം. കർത്താവന്റെ ഇടയനാണ്, എനിക്കെല്ലാം ഉണ്ട്. കർത്താവന്റെ
കർത്താവെന്റെ ഉടയവനാണ്, ഉടയില്ലെന്നന്തരംഗം. കർത്താവെന്റെ ഇടയനാണ്, എനിക്കെല്ലാമുണ്ട്. കർത്താവെന്റെ ഉടയവനാണ്, ഉടയുകില്ലെന്റെ ഉള്ളം. കർത്താവെന്റെ ഉടയവനാണെന്ന കാരണത്താൽ ഉടയാൻ കാരണങ്ങളുണ്ടെങ്കിലും തകരാൻ കാരണങ്ങളുണ്ടെങ്കിലും വിതുമ്പാൻ ഒരായുസ് മുഴുവനും നെഞ്ചത്തലയ്ക്കുവാനും കാരണങ്ങൾ കൺമുമ്പിലുണ്ടെങ്കിലും ഞാൻ കരയില്ല, ഞാൻ വിതുമ്പില്ല. കാരണം കർത്താവെന്റെ ഇടയനാകുന്നു, എനിക്കെല്ലാമുണ്ട്. നമുക്ക് പാടാം. കർത്താവെന്റെ ഇടയനാകുന്നു, എനിക്കെല്ലാമുണ്ട്. വാത്സല്യമുള്ളവരെ, ലോക ജനത ഈ സമയം ഈ നിമിഷം സ്വർണ്ണാരുളിക്കയിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു കർത്താവിനെയല്ല, നമ്മുടെ നെഞ്ചകത്തേക്ക് പറന്നു വന്ന് കൂടെയിരിക്കുന്ന കൂടുകെട്ടുന്ന എമ്മാനുവേലിനെ മുറുക്കെ പിടിച്ചുകൊണ്ട് പറ, കർത്താവെന്റെ ഇടയനാകും, എനിക്കെല്ലാമുണ്ട്. ഉറക്കെ പറ, കർത്താവെന്റെ ഇടയനാകും, എനിക്കെല്ലാമുണ്ട്. കർത്താവെന്റെ ഉടയവനാണ്, ഉടയുകില്ലെന്റെ ഉള്ളം. കർത്താവെന്റെ ഉടയവനാണ്, ഉടയുകില്ലെന്റെ ഉള്ളം. കർത്താവെന്റെ ഉടയവനാണ്, ഉടയുകയില്ല എന്റെ ഉള്ളം. പാടാം. കർത്താവെന്റെ ഉടയവനാണ്, ഉടയുകില്ലെന്റെ ഉള്ളം. ഉറക്കെ നമുക്കത് പ്രഖ്യാപിക്കാം.